സോ നമസ്കാരം മക്കളെ, മെയ് 3-ാം തീയതി നമ്മുടെ നീറ്റ് 2026 ആണ്. നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി 4 സബ്ജക്റ്റും. അതിൽ നിങ്ങൾ പേടിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആണല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ നമുക്ക് ആ ഫിസിക്സിലെ സം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ നുക്ക് ആൻഡ് കോൺട്രൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഓരോ പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ക്ലിയർ? സോ ലെറ്റ് us start now. So the first question: a particle is moving on a circular path with constant speed v. The average velocity of the particle during 0 to pi r by 3v will be. Term എന്താണ്? ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിക്കുക. നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. Average velocity. എന്താണ് average velocity? It is not distance by time. You have to take it as total displacement by total time. Average velocity will be total distance by total time. അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേസ്മെന്റ് കാണണം. എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ. ഇറ്റ് ഇസ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. സോ ഇറ്റ് ഇസ് എ യൂണിഫോം സർക്കുലർ മോഷൻ, റൈറ്റ്? UCM. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഡയറക്ഷൻ വേരി ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. Where within a time pi r by 3v it's having some displacement, right? Let us have 2 points A and B. Also R itself. Arc length അല്ല ഉദ്ദേശിക്കുന്നത്. Arc length എടുക്കരുത്, ഡിസ്റ്റൻസ് എടുക്കരുത്, ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം. So displacement Ri. So now we are in the average velocity concept. So average velocity, magnitude wise I am writing it as എത്ര വരും? ഡിസ്പ്ലേസ്മെന്റ് R. What is the time taken? അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവര്. എത്രയാണ്? pi r by 3v. ഓക്കെ, pi r by 3v. ലൈക്ക് ടേംസ് കട്ട് ചെയ്തു. ബാക്കി എന്താ ഉത്തരം വരിക? 3v by pi, റൈറ്റ്? ഇവിടെ ഓപ്ഷൻ ഉണ്ട്, 3v by pi. ഓപ്ഷൻ 2 is the answer. Is that clear? ഇനിയിപ്പോ ഇവിടെ തന്നെ അവർ ചോദിക്കുകയാണ് ആവറേജ് സ്പീഡ്. നമുക്ക് അതും കൂടെ നോക്കാം. ആവറേജ് വെലോസിറ്റി തന്നെ വരണം നിർബന്ധമല്ലല്ലോ. ആവറേജ് സ്പീഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ആംഗിൾ തീറ്റ can be defined as arc length by arc radius, right? For the distance here, you can note it down. It will be how much? R theta. Theta 60 degree ആണ്. അത് റേഡിയനിൽ എത്രയായിരുന്നു? pi by 3. So the value will be pi r by 3 എന്ന് എടുക്കുക. ആ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, it will give the average speed. Is that clear, everyone? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബ്ലോക്ക് അപ്പോൺ ബ്ലോക്ക്. ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ നിന്ന് ബ്ലോക്ക് അപ്പോൺ ബ്ലോക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. The maximum force F is applied on the block A as shown in the figure is 48 Newton. So this is 48 Newton such that block A and B having masses 8 kilogram and 4 kilogram respectively. They are moving together. They don't have different accelerations. They are moving simultaneously, right? നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്സ്. സോ ഇഫ് ദേ ആർ മൂവിങ് ഈച്ച് അതർ, മൂവിങ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ, ദർ ഇസ് നോ സെപ്പറേഷൻ അറ്റ് ഓൾ, റൈറ്റ്? നമുക്ക് എന്ത് ചെയ്യാം? യു നോ ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma, മാസ് ഇൻടു ആക്സിലറേഷൻ. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? 48 ന്യൂട്ടൺ ദ മാക്സിമം ഫോഴ്സ് ഈസ് ഗോയിങ് ടു ബി ഈക്വലന്റ് ടു ടോട്ടൽ മാസ്. എത്ര വരും മക്കളെ? ടോട്ടൽ മാസ് 8 + 4 12 into the maximum acceleration.
obviously if the force is maximum, acceleration to be maximum, right? A max is equal to 48 by 12, which is 4 meter per second square. Since they are moving with respect to each other, see, they are asking the coefficient of friction between the blocks. Location, and that 4 meter per second square is going to be equivalent to mu g. Mu g is 4 kilogram block, frictional force, and they are moving together, right? So that frictional force will be mu mg in the opposite direction. So we can have it as mu g. So mu will be 4 by 10, which is 0.4. So your concept note ചെയ്തു വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. From motion plane. Okay, ഒരു 4-5 ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. First of all, they have given the horizontal and vertical displacements. ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴല്ലോ അപ്പോൾ തന്നെ ആക്സിലേഷൻ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് ഡ്യൂ ടു ഗ്രാവിറ്റി. അവിടെ നിർബന്ധമില്ല. This can be on any other planet, right? എർത്തിലാണെങ്കിൽ G10 ആയിരിക്കും. വേറെ വല്ല പ്ലാനറ്റ് ആണെങ്കിൽ വാല്യൂ മാറും. അത് എത്രയാണെന്ന് ആദ്യം നോക്കണം. So for that, what we can do is x is 3t, right? What is the formula for x is equal to 3t? We can write it as x is equal to ux into t, right? So what is the formula now? It is equivalent to 3t. So what is the horizontal component of velocity? Ux is going to be 3. Now, what is the next parameter given? Y is equal to how much? 4t minus 18t square. നമുക്കത് മാറ്റണ്ടേ? നമ്മുടെ ഫോർമുല എന്താ ശരിക്കും വരേണ്ടത്? Y is equal to 4t minus 18t square. So what we can do there? നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. Vx will become ux, right? Which is equal to 3 meter per second. Vy will be how much? It will be uy minus 80. Don't put gt. ഞാൻ പറഞ്ഞല്ലോ അർത്ഥാവണമെന്ന് നിർബന്ധമില്ല. So uy minus 80. So നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What is the value there? It will become uy എത്രയാ? 4 minus അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? 18t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്ര വരും? 36t എന്ന് വരും. So you got the idea? Acceleration is 36 units. നമ്മൾ സാറിന് 9.8 10 അല്ലേ എടുക്കുന്നത്? ഇവിടെ acceleration 36 ആണ്. So now ഇപ്പൊ എന്തൊക്കെയായി? First of all, you require the range of projectile. What is the formula for range of the projectile? You know that R is ux into time of flight. Or you can write it as, it will become how much? Ux into 2uy by a. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ g അല്ല എഴുതുന്നത്, ആക്സിലേഷൻ ആണ്. g എപ്പോഴാ? എർത്ത് സർഫസിൽ മാത്രമാണ്. So here it is 2uy by a. So which will become how much? Ux is 3 into 2 into uy will be how much? 4 by acceleration is 36. So it will become how much now? 36 and 4, it will become 9. 3 and 9, it will become 3. And that will become finally 2 by 3 meter. 2 by 3 meter means A stands for S. They NEET examiner ഇനി നിങ്ങൾ മുന്നോട്ട് പോകണ്ട. അവരെ മൊത്തം ഒന്നും ചോദിച്ചില്ലല്ലോ. AS ലക്ലി ഇങ്ങനത്തെ ഓപ്ഷൻ വരും. പരിപാടി കഴിഞ്ഞു. ഓപ്ഷൻ 1 ആൻസർ ആയി അല്ലേ? പക്ഷെ ബാക്കി നമുക്ക് മൂന്നും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. So range is over. What is the next thing? Maximum height of the projectile. What is the formula for that? H is equal to uy square by 2a. മക്കളെ ഞാൻ ഇനിയും പറയാണ്, g എടുക്കരുത്. Because gravity അല്ല, earth related അല്ല ഇത്. So uy square by 2a. What is the value of uy? Here it is given as 4 square by 2 into 36. Okay. So that you will be getting it as how much? 2 by 9. Solve about 16 by 2 into 36. It will become 2 by 9. അപ്പോൾ അതും ഓക്കെ ആയി. Initial speed of projection of the projectile. അത് ഇവിടെ നിന്ന് കിട്ടും അല്ലേ? Initial speed means ഈ 3ഉം 4ഉം തമ്മിൽ Pythagoras എടുത്താൽ മതി. 3 is the horizontal component. 4 is the vertical component. Horizontal and vertical, you want to take the resultant, which will become 5 units. Then CP ആണ്. അപ്പോൾ അതും കഴിഞ്ഞു. Now, speed of particle at maximum height. What is the speed of particle at maximum height? It should be u cos theta. Because students, you are aware that the vertical component will cease at the greatest height.
uy term ഉണ്ടാവില്ല അല്ലേ, നമുക്ക് ആകെ ux മാത്രമേ ഉണ്ടാവുള്ളൂ. So the ux component is u cos theta. So how much it is? dq. They correct 3i. So I think everything you got right. Range, height, time of flight, the initial projection. ഇനി വേറൊരു കാര്യം കൂടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്തെന്നാ? Angle of projection. എങ്ങനെയും angle of projection. ux ഉണ്ട്, u cos theta ആണ്, 3 ആണ്. uy, u sin theta ആണ്. So what you can do is uy by ux. ഞാൻ അതും കൂടെ additionally എഴുതാം. uy by ux will be u sin theta by u cos theta, right? Which will become how much? U sin theta was 4 by 3, which is how much? Tan theta. 4 by 3 is how much, students? Tan theta. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? Tan theta 4 by 3 ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? We have the 3-4-5 triangle, right? 3-4-5 triangle. This is 5, this is 3, this is 4. The angle between the sides 5 and 3, please remember that shortcut. Angle between the sides 5 and 3 should become 53 degrees. അപ്പോൾ obviously മറ്റവൻ എന്തായി? കോംപ്ലിമെന്ററി ആയി, 37 ഡിഗ്രി വരും. അപ്പെക്സ് ആംഗിൾ 53 ഡിഗ്രി ആണെങ്കിൽ കോംപ്ലിമെന്ററി ആയിരിക്കണം 37 അല്ലേ? So now we require 4 by 3. 4 by 3 is how much then? It will become, we can say that 53 degrees. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡേറ്റാസ് ഒന്ന് കളക്ട് ചെയ്തോളൂ. It will be helpful for your exam. Okay, so let me pass on to the next question. Where concept ആണ് spring mass system. You can expect this type of question. Here നമുക്കൊന്ന് ചോദ്യം നോക്കാം. Two blocks A and B having masses m and 2m are connected with the springs having the spring constant k and an ideal string as shown in the figure. When the system is in equilibrium, the string is cut. ദീവൻ അല്ലേ, ഇവിടെ കട്ട് ചെയ്തു നമ്മൾ. Then you want to find out the maximum velocity. See, you know that in oscillations, സംഭവം spring ആവുമ്പോൾ oscillation ആണല്ലോ. In oscillations, what is the formula for Vmax? It's equivalent to A omega. മക്കളെ നമുക്കറിയേണ്ടത് എന്താ? ആ കട്ട് ചെയ്യുമ്പോൾ at the instant of cutting, what is the amplitude? So for that, before cutting, what was the condition there? 2m and m, 3m, right? So it will become 3mg by k will be the extension before cutting. After cutting, we have only m. 2m നമ്മുടെ സീനിൽ നിന്ന് പോയി അല്ലേ? ബാക്കി എന്ത് വരും? mg by k into omega. What is omega? Under root k by m. ഇനിയിപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മതി അല്ലേ? So this will become how much now? 2 mg by k into root of k by m. Rearranging, how much you can have? Third option വരും. 2g പുറത്തേക്കാണ്, മാസും സ്പ്രിംഗ് കോൺസ്റ്റന്റും അകത്തേക്ക് rearrange ചെയ്യുക so that you can have third option. I think it will be helping you a lot. Okay, so can we pass on? In NCERT question, NCERT ഇത് explain ചെയ്തിട്ടുണ്ട്. So നമുക്കൊന്ന് ചോദ്യത്തിലേക്ക് കിടക്കാം. A block of mass 4 kilogram is connected with an ideal string which is wrapped on the pulley of mass 8 kilogram and radius r as shown. Now system is freely released at t equal to 0 and the kinetic energy of the system at 2 seconds will be. മക്കളെ അപ്പോൾ ഇത് t equal to 0. When it is 2 seconds, maybe the block reaches here. അപ്പോൾ എന്ത് ചെയ്തു? It has traveled a particular distance, say s, right? അപ്പോൾ the travel ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? പുള്ളി ഹെൽപ്പ് ചെയ്യും. ആ പുള്ളി കാരണം അവനൊരു ആക്സലേഷൻ കിട്ടും. പുള്ളിക്ക് എന്തുണ്ട്? റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം എടുക്കണം. റൊട്ടേഷണൽ ഇനർഷ്യ എല്ലാം എടുക്കാൻ പോവാം. സോ വാട്ട് ഇസ് ദാറ്റ് there? Half at square, right? Ut is anyway 0. Half at square. Now they are asking the kinetic energy, right? You know that according to work energy theorem, change in kinetic energy is going to be the amount of work done. So delta k ആണ് മക്കളെ നമുക്ക് വേണ്ടത്. ഞാൻ പക്ഷെ വർക്കിലേക്ക് ചാടാൻ പോവാം using work energy theorem. അപ്പോൾ W എന്തായി? Force into displacement. Force ഉണ്ട് ഇവിടെ ഓൾറെഡി. എത്രയാ? 4g. 4 kilogram അല്ലേ ബോഡി. So 4g is the force. Now what is the displacement? Half at square. അപ്പോൾ ആക്സലേഷൻ അറിയണ്ടേ? എന്ത് ചെയ്യണം? Here I told that there is a torque, right? What is happening is, anyway, this is having the downward acceleration, correct? So here there can be a tension T. നമുക്ക് ആദ്യം ഈ 4 kilogram ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. എന്ത് വരും? എന്തായാലും ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാ? വെയിറ്റ്, because 4g is coming down, right? So 4g
minus T is equal to 4A. നമുക്ക് ആ T കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? Apply the torque. Torque means force into perpendicular distance. T into R. Tension into perpendicular distance is this much, right? T into R is equal to what? I alpha. Torque towards I alpha. I is a pulley, right? You can consider it as a disk. So what's the equivalent for the disk about the central axis? mr square by 2 into alpha. ഞാൻ alpha ഒന്ന് മാറ്റാൻ പോവാണേ. A by R ആക്കാൻ പോവാ. So this will become how much now? mr square by 2 into A by R. Compare these two. എന്തൊക്കെ കട്ട് ചെയ്തു പോയി മക്കളെ? R, 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 R. ബാക്കി എന്ത് വരും? P will become ma by 2. ആരുടെ മാസം വരേണ്ടത്? ബ്ലോക്കിന്റെയോ പുള്ളിയുടെയോ? We are having the theory of pulley here, right? So that M stands for the mass of the pulley, which is 8 kilogram. So this will become how much now? 4A. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ടെൻഷന്റെ വാല്യൂ കിട്ടിയല്ലോ, അതെ ഇവിടേക്ക് ഇടാം. So that how much it becomes? Now we can write it as 4G is equal to 8A, right? Or therefore, what is the acceleration now? It will become G by 2. Finally, in നമുക്ക് വർക്കിലേക്ക് കടക്കാൻ പോവാണ് ഞാൻ. So W, the amount of work done, you can write it as force, it is 4G 40 into half 8T square. What is the acceleration? G by 2 into T square. T square എന്ന് പറയുമ്പോൾ time 2 seconds തന്നെയാണ്. എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we'll be getting the answer as 400 joule. Clear, all of you? So let us pass on to the next question. You have to have the concept of, key concept is Bernoulli's theorem. അപ്പോൾ നമുക്ക് നോക്കാം. ചോദ്യം എങ്ങനെയാണ്? A tube of length L filled with an ideal liquid having the density rho rotating with an axis about an axis perpendicular to the length as shown. You have to get the pressure difference across A and B. What is the formula for pressure head? See, നമുക്കറിയാം, according to Bernoulli's theorem, for an ideal fluid, non-viscous incompressible fluid, the total energy will always remain constant. എന്തൊക്കെയാ മക്കളെ ഈ ടോട്ടൽ എനർജി? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ലിക്വിഡ് ആകുമ്പോൾ വേറൊരാളും കൂടെ കയറി വരും. ആരാ? പ്രഷർ എനർജി. നമുക്ക് ആ ടേം വേണ്ടത്, പ്രഷർ ഹെഡ് ആണ് വേണ്ടത്. സോ വാട്ട് ഇസ് ദ ഫോർമുല ഫോർ പ്രഷർ ഹെഡ് ഓർ ദ പ്രഷർ എനർജി? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് pressure P will become half rho V square. Speed, V is the speed. നമുക്ക് എന്ത് ചെയ്യാം? ഇവൻ കറങ്ങുക അല്ലേ? കറങ്ങുമ്പോൾ Vയുടെ വാല്യൂ എന്താ? R omega. Here it is L omega. So here it will become how much? Rho by 2 L square omega square. That is the pressure. നമുക്ക് ഇനി രണ്ട് പോയിന്റ്സിലെ പ്രഷർ കാണണം. ഏതൊക്കെയാണ്? ഒന്ന് PA. ശ്രദ്ധിച്ച് ചെയ്യുക. Rho by 2 into, what is the length of PA, students? About the central axis, it is 12 by 3, right? So half rho 12 by 3 whole square into omega square, which will become how much? We can take it as 4 by 6 rho L square omega square, right? And one more is here, PB. PB will be L by 3 L. Rho by 2 L by 3 the whole square omega square, which will become how much? It can be taken as 1 by 18 rho L square omega square. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, സോ ബൈ ഗെറ്റിംഗ് ദ ഡിഫറൻസ് യു ക്യാൻ ഹാവ് ദി ഫസ്റ്റ് ഓപ്ഷൻ. ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. സംഭവം കിട്ടിയല്ലോ, ഹാഫ് റോ വി സ്ക്വയർ, ദാറ്റ്സ് എ പ്രഷർ ഫോർമുല. അവിടെ നമുക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ? Next one, waves, tension and frequency. What is the relation between tension and frequency? അറിയോ മക്കളെ? We can have, ശരിയ, F-ന് ഫോർമുല എന്താ ഉള്ളത്? V by 2L, right? സംഭവം സ്ട്രെച്ച് സ്ട്രിംഗ് ആണ്. So it will be V by 2L, which is equivalent to which one? Open pipe or closed pipe? Closed pipe ആകുമ്പോൾ V by 4L ആണ് അവന്റെ ഫണ്ടമെന്റൽ. ഓപ്പൺ പൈപ്പ് ആകുമ്പോഴോ V by 2L ആണ്. അപ്പൊ എന്ത് ചെയ്യാം? This can be rewritten as 1 by 12 into root of T by mu. T is the tension. What is that mu called? Linear mass density. മക്കൾ അതിനും രണ്ട് ഫോർമുല ഉണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല.
ഞാൻ ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻപുട്ട് പറയാണ്. You can take it as mu equal to m by L, mass per unit length. Otherwise, we can have one more, right? Arrow. ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചു, ചിലപ്പോൾ അതും വരാലോ. ഞാൻ ഇത് സെയിം ക്വസ്റ്റ്യൻ വരണമെന്ന് നിർബന്ധമില്ല, ഇതിന് റിലേറ്റഡ് എന്ത് വേണമെങ്കിലും വരാം. So you can take it as either mu equal to mass per unit length, or it can be taken as arrow, where A is the area of cross section, rho is the density. Now നമുക്ക് വേണ്ട ആള് ഇവിടെ ഉണ്ട്, frequency and the tension. So what is the relation now? F is directly proportional to square root of tension, right? എന്ത് ചെയ്തോടെ ചോദ്യത്തിൽ എന്താ മാറ്റം? If the tension in the string is increased by 3.5 Newton, what is the meaning of increased by? എപ്പോഴും തെറ്റിക്കുന്നതാണ്, ആരായാലും തെറ്റിക്കും, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. Increased by 3.5 means it is not 3.5. T plus 3.5, already there is some tension, right? അതിലൊരു 3.5 Newton കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി എനിക്ക് എപ്പോഴും അത് 3.5 തന്നെ എഴുതാൻ പറ്റുക? They should say that it has increased to 3.5. If it is increased to 3.5, you can directly write it as 3.5. ഇവിടെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക് ഇതാണ് മക്കളെ, increased by. Then what happens for the frequency? It becomes 2.5 times of its initial. So what is the next step? 2.5f is proportional to root of t plus 3.5. 3.5 ആയിരുന്നല്ലോ അല്ലേ? അതെ. Now we can have the ratio between these two. എന്ത് വരും? 2.5 ഞാൻ എന്ത് ചെയ്യാന്നറിയോ? Second equation divide by first equation. Equation 2 divide by equation 1. So 2.5 becomes how much? Under root t plus 3.5 by t. Got it? നമുക്കൊരു കാര്യം ചെയ്യാം, ആ റൂട്ട് കളയണം അല്ലെ, സ്ക്വയർ ചെയ്യാം. 2.5 നമുക്ക് ഫ്രാക്ഷൻ മാറ്റാം. മക്കളെ ഡെസിമലൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഡെസിമലൊക്കെ വരുമ്പോൾ അപ്പൊ തന്നെ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ നോക്കുക, പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഗോയിങ് ടു ബി 5/2 സ്ക്വയർ equals t plus 3.5 by t, right? Which is our 25/4. ഇനി ഇതേ ഇവനെ ഞാൻ നോക്കാൻ പോവാട്ടോ, അത് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. എത്ര വരും? 40, correct? Plus 4 into 3.5, 14 equal to 25t എന്ന് വരും അല്ലേ? Correct? Or we can write 14 is equal to how much? 21t. അവർ ആ ടെൻഷനാണ് ചോദിക്കുന്നത് അല്ലേ? വാട്ട് വാസ് ദ ഇനീഷ്യൽ ടെൻഷൻ? എന്തോന്നു? T the tension will be 14/21 Newton. 7 കട്ട് ചെയ്ത് പോയി. So I think you can have first option as the answer. 2/3 Newton. ക്ലാരിറ്റി ഉണ്ടല്ലോ? പറയുന്ന എല്ലാ ഫോർമുലാസും നോട്ട് ചെയ്യുക. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ അല്ല ഇമ്പോർട്ടൻറ്റ്, കോൺസെപ്റ്റ്സ് ആണ്. കോൺസെപ്റ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. ഒരു വേർഡ് തെറ്റിയാൽ മതി, പണി കിട്ടും. വെറുതെ നമ്മൾ എന്തിനാ 5 മാർക്ക് കളയാൻ നിൽക്കണ്ടേ? അപ്പൊ അതിനേക്കാളും നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. നോക്കാം. കൺവെക്ഷൻ ഇസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഏതൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ മോഡ് ഉണ്ട്? 3 ഉണ്ട് അല്ലെ? 3 മോഡ്സ് ആർ വിച്ച് ആർ ദേ? വൺ ഇസ് കണ്ടക്ഷൻ via solids, convection via liquids, and radiation, obviously ആ വാക്ക് കേട്ടാൽ തന്നെ അറിയാം, solar radiation. So through vacuum, right? So നമുക്കിപ്പോ കൺവെക്ഷൻ പറഞ്ഞിരിക്കുന്നത്, it is via liquids. So what will happen? Convection is the mode of heat transfer by actual or bodily motion of matter. It is very correct. മക്കളെ നമുക്ക് 2 ടൈപ്പ്, മെയിൻലി 2 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? കണ്ടക്ഷനും കൺവെക്ഷനും. ഇതിൽ കണ്ടക്ഷന്റെ പ്രത്യേകത എന്താ? Conduction, we can say that it can have only the translational വരുമോ vibrational വരുമോ? Translational motion of molecules ആയിരിക്കും. Okay, vibrational motion of molecules ഉം translation motion of molecules ഉണ്ട്. 3 energy modes ഉണ്ട്. I think you are aware. One is translation, the next is vibrational, the third one is rotational. ഇപ്പോൾ തൽക്കാലം റൊട്ടേഷന്റെ കഥ എടുക്കണ്ട. In the case of conduction, CONDUCTION, in the case of conduction, we can have which type of transfer? The energy will be, the molecules will be getting translation or vibration. It will be having the vibrational motion. Whereas in convection, translational motion, because actual motion of molecules will happen. We can say that it will be, so the first statement is correct. Every object whose temperature is above 0 Kelvin. You know that 0 Kelvin is what? Absolute zero. It can never happen. Ideal condition alone. So above 0 Kelvin emits thermal radiation. Correct? Even 1 Kelvin ആയാലും
it will have the thermal radiation. Up in the first option, right? Both A and B are correct. Okay. Next one, 0.032 kilogram of oxygen is enclosed in a vessel. What is the meaning? Volume is constant. At temperature of 27 degrees Celsius. So 27 converted to 300 Kelvin. The amount of heat required to be transferred to the oxygen gas to double the RMS speed of molecules will be. So volume is constant, right? What is the formula for the heat required? Let me take that as Q equals NCV delta T. Okay, Makla. Extra moles under. They have given 0.032 kilogram of oxygen gas. So how many moles are there? 0.032 kilogram. Gram into 1000 by 32, right? Number of moles given mass by molar mass into CV. What is the formula for CV? FR by 2. Note CP. Just F plus 2 by 2 into R. Oxygen gas atomicity diatomic, right? So diatomic, we know that degrees of freedom will be how much? 5. And that 5 consists of 3 translational and 2 rotational. 3 plus 2, 5. So it will become 5R by 2. Change in temperature. What they have given the idea? RMS speed becomes twice. The RMS speed is directly proportional to square root of temperature. This double temperature T dash out. Solving, you can have T dash as how much? 40. 40 and use the term change. Change in temperature, delta T. T 40. So what will happen? The change in temperature is going to be, delta T is going to be how much? 3T. T already 300 Kelvin. So this will become 3 into 300 Kelvin. Substitute here. R value is 8 units approximately. But as a part of answer. So solving, you can have first option. 2250R. That's Joule. Okay. Next. Oscillations. Consider a cylinder, solid cylinder of density rho s, density of the solid cylinder, equals 2 by 3 rho l. The rho l density of the liquid within which the body is being trying to immerse. Cross section A, height h, floating in liquid of density rho l, as shown. It is depressed slightly and allowed to oscillate vertically. You want to get that time period of oscillation, right? In the directly formula concept restoring force. It is having the oscillation, right? So we want to consider the restoring force. What is the restoring force? F restoring, let me write it as minus kx. Solid anyway, it is V rho g. Volume, let me take it as AX. 1 minute. It will become, here it is, volume. So A H. That's immersing session into rho of the solid into acceleration. Acceleration G. On the other hand, this is equivalent to minus of K. K will be again V rho G equivalent A X rho L into gravity. Clear, all of you? Like terms cut here, and you can rearrange the acceleration now. What is the acceleration now? Minus rho L G by x by H rho S. Rho L rho S relation rho L by rho S will become how much? 3 by 2. Minus 3 by 2 G by H into X.
മക്കളെ ഈ ടേം ഉണ്ടല്ലോ 3/2 g/h അതെന്താ സംഭവം ഒമേഗ സ്ക്വയർ ആണ്. Because we know that in SHM acceleration a is minus omega square x. So this is actually omega square, right? So let me write it as 3g/2h is equal to omega square, or that is equivalent to what? 4 pi square by t square, right? അതിൽ നിന്ന് ടൈം പീരീഡ് കണ്ടുപിടിക്കുക, സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ, and you can have the last option as the answer. I think it is clear, right? So let us pass on to the next one, statement. ശകലം കുറച്ചുകൂടെ നമ്മൾ സീരിയസ് ആയി പറ്റൂ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ആദ്യത്തെ നോക്കാം. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ മീൻസ് റെസിസ്റ്റിവിറ്റി, റൈറ്റ്? സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഓൾസോ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. തെറ്റല്ലത്. ഫസ്റ്റ് പാർട്ട് കറക്റ്റ് ആണ്, സെക്കൻഡ് പാർട്ട് തെറ്റാ. Specific resistance or resistivity rho, it depends on what? Both nature and temperature. It depends on nature and temperature. Whereas it is independent of dimensions. Whatever be the length, whatever be the thickness, radius, area, whatever, it is independent. പക്ഷെ റെസിസ്റ്റൻസ് ആണെങ്കിലും മക്കളെ അത് മൂന്നിനും ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെ? നേച്ചർ, ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ ദ ഡയമെൻഷൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വേർഡ് പ്രോബ്ലമാറ്റിക് ആയിരുന്നു അല്ലെ. സോ ഹെൻസ് ഞാനിത് കട്ട് ചെയ്യാൻ പോവാണേ. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് വൺ? രണ്ട് തരത്തിൽ നമുക്ക് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് കാണാം. ഒന്ന് ഏതാണ്? ബൈ ആഡിങ് ഓർ കട്ടിങ് ദ വയർ. By adding or cutting the wire by n times, you can have the new resistance as how much? NR. മക്കൾ ഇപ്പൊ അതിന്റെ ഡെറിവേഷൻ നോക്കണ്ട, ജസ്റ്റ് ഞാൻ ഈ പറയുന്ന ഷോർട്ട് കട്ട് നോക്കിയാൽ മതി. ഇറ്റ് വിൽ ബിക്കം NR. അപ്പൊ നമ്മൾ 2 ടൈംസ് ആഡ് ചെയ്താൽ 2R. ഞാൻ 1/3 ആയിട്ട് കട്ട് ചെയ്താൽ R/3 അങ്ങനെ വരും. എൻ്റെ വാല്യൂ അങ്ങനെ എടുത്താൽ മതി. Whereas on the other hand, if I am stretching the wire, if I am compressing the wire, or even I am melting it and redrawn into another wire. ഇതിലെല്ലാം ഒരു കാര്യം ഉറപ്പാ അല്ലേ? എന്താണ്? വോളിയം ഇസ് കോൺസ്റ്റന്റ്. ഇൻ ഓൾ ദ 3 കേസസ് വോളിയം ഇസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് വരും? പുതിയ വാല്യൂ n² R ആവും. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇഫ് ഐ എം ആഡിങ് ഓർ കട്ടിംഗ് ദ വയർ, the new resistance should become n times. Students, that value of n can be either less than 1 or greater than 1. ഈക്വൽ ടു 1 വരില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി അഥവാ അത് സ്ട്രെച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാനത് കംപ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് വേറൊരു തിക്നെസ് ഉള്ള വയറായിട്ട് മാറ്റുകയാണ്, വോളിയം ഷുഡ് ബി കോൺസ്റ്റന്റ്, റൈറ്റ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം. സോ ദാറ്റ് യു ക്യാൻ റിമെമ്പർ ദ റെസിസ്റ്റൻസ് വിൽ ബിക്കം വാട്ട്? ന്യൂ റെസിസ്റ്റൻസ് വിൽ ബിക്കം n² R. നമുക്കൊന്ന് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 6 ohm is drawn out so that its new length is how many times? 4 times. And then the new wire becomes of resistance 48 ohm. Is it correct? ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ 4 times അല്ലേ, രണ്ടാമത്തെ അല്ലേ ഷോർട്ട് കട്ട്. It is the wire is drawn out so that 4 square 16 into 6, 16 into 6, how much it is? 96 ohm. So that is correct, right? So now ഇവിടെ 48 ആണ് തന്നിരിക്കുന്നത്, ഞാൻ അതും കട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നമുക്ക് ഇനി മൂന്നാമത്തേലേക്ക് നോക്കാം. എന്തെന്നാ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. It is the average constant velocity acquired by the free electrons inside a metal by the application of an electric field which results in current. So that is the origin of current, right? How the current happens? The basic reason is drift velocity. That electrons, they were actually free to move in the absence of electric field. But in the presence of electric field, what happens? The same free electron will change its role. അത് എന്തായി മാറും? ഫ്രീ ഇലക്ട്രോൺ കണ്ടക്ഷൻ ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് വൺ ഇസ് കറക്റ്റ്. സോ ഇതിലിപ്പോ ഏതാ കറക്റ്റ് വരുന്നത്? 3 is true but 1 and 2 are false. ശ്രദ്ധിച്ച് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ അതിന്റെ റിലേറ്റഡ് തന്നെയാണ്. യു റിക്വയർ ദ കണക്ഷൻ ഫോർ ദ ഡ്രിഫ്റ്റ് സ്പീഡ്. So drift velocity of free electrons in a conductor is Vd when current I is flowing through it. If both radius of cross section of the conductor and current are doubled, what is the new drift velocity? നമുക്കൊരു കാര്യം ചെയ്യാം, ഫോർമുല എടുക്കാം. What is the equation for I, the current?
A E VD into N. എന്താ മക്കളെ? ക്രോസ് സെക്ഷൻ ഏരിയ. E എന്താണ്? ഇലക്ട്രോണിക് ചാർജ്. VD എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. NS the number of conduction electrons per unit volume. Otherwise it is known as what? Number density. And I is obviously the strength of the current. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ മാറ്റി നമ്മൾ റേഡിയസ് മാറും, കറണ്ട് W അല്ലേ? So electronic charge is constant. N is also constant. So drift speed VD is going to be directly proportional to current by square of the radius. So what will happen now? Current becomes new speed is VD dash proportional to what is the new speed? Sorry, what is the new current? It is the current is becoming doubled 2y. What is the new radius? It is also being doubled, right? So 2r the whole square, which will become I by 2r square. Comparing these two, we can say that the new drift speed is going to become how much? Half of previous. Second option. Clear? So we can pass on to the next question. 3-dimensionally ഇതൊന്ന് വ്യൂ ചെയ്യണം. ശരിക്കും കണ്ടെത്താൻ അറിയാം. ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട് അല്ലേ? അങ്ങനെ നമ്മളൊരു നോട്ട്ബുക്ക് എടുത്തിട്ടേ അല്ലെങ്കിൽ ഒരു സെമി സർക്കുലർ സംഭവം എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ എൽ ഷേപ്പിൽ വെക്കുകയാണ്. അതാണ് സംഭവം. ഒരു സർക്കിൾ എടുക്കുക, അതിങ്ങനെ സെമി സർക്കിളായിട്ട് വെച്ചു. അപ്പോൾ XY പ്ലെയിനിൽ നിങ്ങൾക്ക് എന്ത് കാണാം? വെർട്ടിക്കൽ ആയിട്ടുള്ള കാണാം. പിന്നെ ഒരെണ്ണം ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഉണ്ട്. XZ പ്ലെയിനിൽ നിങ്ങൾക്ക് ആ വ്യൂ മനസ്സിലായി കാണാം. So now what we will have? The magnitude of net magnetic moment of the current carrying loop whose two semicircular parts are perpendicular to each other as shown. So we can do one thing. ഇവൻ കാരണം M വന്നു. രണ്ടും M വന്നേ പറ്റൂ. കാര്യം എന്താ? റേഡിയസ് സെയിം ആണ്, കറണ്ടും സെയിം ആണ്. This is also M. And they are at 90 degrees. So what is the resultant? Resultant magnetic moment is going to be മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. Two vectors which are having equal magnitude. Two vectors which are having equal magnitude if they are inclined at an angle of 60 degrees. 1 minute. Two vectors which are having equal magnitude if they are inclined at 60 degrees, the resultant should become root 3 times F, where F is the common magnitude of A and B. If it is 90 degrees, it should become root 2 times. And also, if it is 120 degrees, it is F itself. മക്കളൊന്ന് ഈ മൂന്നെണ്ണം നോട്ട് ചെയ്ത് വെച്ചോളൂ. ആവശ്യം വരും. വെക്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യം വരും. Two vectors having same magnitude inclined at an angle of 60 degrees, root 3 times. 90 degrees, root 2 times. 120 degrees, F times. എല്ലാത്തിനും ഷോർട്ട് കട്ട് ഉണ്ടാവില്ല. ഉള്ളത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. പേപ്പർ മേ ബി ടഫ് ആണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം. അപ്പൊ ഇവിടെ ഏതാ വേണ്ടത്? root 2 times. We are already 90, right? So root 2 times M, which is root 2 times. What is the value of M? NIA. Magnetic dipole moment is number of turns into current into area. Turn എടുക്കണ്ട, ഒരു ടേണേ ഉള്ളൂ. Current I ആണ് into pi r square, right? It will become pi r square. Correct or not? It will be root 2 times M. It will be pi r square. അപ്പൊ എന്ത് വരും? We can write it as ഇവിടെ രണ്ട് ഏരിയ ഉണ്ട്. ഫുൾ സർക്കിൾ ആണ് pi r square. നമുക്ക് സെമി സർക്കിൾ പോരെ. അപ്പോൾ ഇവിടെ ഒരു ബൈ 2 കൂടെ ഇടണം. അത് തെറ്റിക്കരുത് കേട്ടോ. സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ pi r square by 2. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? root 2 and 2. It should become option 2. I think it is clear, right? Next, gravitation, right? Magnitude of potential energy per unit mass of the object on the surface of Earth is E. Sir, and the formula makla U will be minus G M M by R. U, അല്ലേ? K എന്ത് വരും? കൂടെ അതും കൂടെ നോക്കാം. G mm by 2R. Whereas what about the total energy? Minus G mm by 2R. And hence here we require the potential energy. അവർ എന്താ പറഞ്ഞിരിക്കുന്നത്? Magnitude of potential energy. അപ്പോൾ മൈനസ് കളയാം. Per unit mass. So U by M is given as capital letter E.
which is actually gm by r. അതും rearrange ചെയ്യാം. സ്മോൾ എം അല്ലേ പോയിരിക്കുന്നേ, ബാക്കി gm by r ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? Then the escape velocity of the object is. അപ്പൊ നമുക്ക് അപ്പുറത്ത് escape velocity formula വേണം. What is the equation for escape velocity? What is the concept of escape velocity? First of all, whenever we are projecting a satellite, if the total energy becomes zero, it is able to just escape from the Earth's surface, right? അപ്പോൾ അതിനാണ് നമ്മൾ escape velocity എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് എത്ര വരും? 2gm by r. ഈ gm by r ഇതിൻ്റെ അകത്ത് ഉണ്ട് അല്ലേ? So that the answer is how much? VE will become root 2 times E എന്ന് വരും. So the option is first one. Clear all of you? Next one, statement again. Steel is more elastic than rubber. നമ്മുടെ NCERT ബുക്കിൽ ഉണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും റബ്ബർ ബാൻഡ് അല്ലേ, അപ്പൊ സ്റ്റീൽ അത് തെറ്റല്ലേ? അല്ല, നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലാസ്സിലൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മോർ ഇലാസ്റ്റിക് മീൻസ് വാട്ട്? ഇറ്റ് ഇസ് മോർ റിജിഡ്. അത് നിങ്ങൾ സമ്മതിച്ചു. സ്റ്റീൽ ഇസ് മോർ റിജിഡ് കമ്പയർഡ് ടു റബ്ബർ, ദാറ്റ് ഇസ് ഡാം ഷുവർ, റൈറ്റ്? അപ്പോൾ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡോണ്ട് ബി ദ അസംപ്ഷൻ ദാറ്റ് ഇറ്റ് ഇസ് എ റബ്ബർ ബാൻഡ് ഇഫക്റ്റ്. സോ സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ, ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Bulk modulus is the inverse of compressibility. That's also correct. അല്ലെന്ന് പറഞ്ഞില്ല. B is 1 by K. But is it the correct explanation? ഇതുകൊണ്ടാണോ സ്റ്റീൽ മോർ ഇലാസ്റ്റിക് ആയത്? അല്ല, സ്റ്റീലിന്റെ റിജിഡിറ്റി കൂടുതലാണ്. സോ ഇത് ശരിയാണ്, but R is not the correct reason, right? So the answer is second option. Okay, clear? Let us pass on. ശരി, നമുക്ക് ആക്സിലേഷൻ വേണം. മക്കളെ ബി ടി ഗ്രാഫ് അല്ല കേട്ടോ, ബി ടി ആണെങ്കിൽ പണി എളുപ്പമായതിനെ ഒറ്റയടിക്ക് എൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഇത് 1/v വേഴ്സസ് ടൈമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കറിയാലോ ഇതിന്റെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. എങ്ങനെയാ? സ്ലോപ്പ് എടുത്താൽ മതി. സോ ഐ എം ഗോയിങ് ടു ഹാവ് ദ സ്ലോപ്പ് ആസ് dy by dx is d theta, that is tan theta. So here tan 45 നെഗറ്റീവ് ആണേ, സ്ലോപ്പ് നെഗറ്റീവ് ആ. So minus tan 45 will be dy. What is dy? Let me take it as 1/v minus 1 by root 2. 1/v minus 1 by root 2. Divide by dx. അതെന്ത് വരും? t minus 2. Agreed? നോക്കാം. ഞാൻ ഇവിടുത്തെ ഒരു ഇൻസ്റ്റന്റേനിയസ് പോയിന്റ് എടുത്തു. 1/v minus 1 by root 2 dy. ഇവിടുത്തെ ഒരു ടൈം എടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി t minus 2 എന്നും വരും. ഓക്കെ, so now you can solve it. Tan 45 minus 1 ആണല്ലോ, so we can write it as 1/v minus 1 by root 2 will become how much? 2 minus t. Rearrange ചെയ്യുമ്പോൾ കേട്ടോ. Or let us write 1/v equal to 2 plus 1 by root 2 minus t. നമുക്കൊരു കാര്യം ചെയ്യാം, v കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് എടുക്കാൻ അതിൽ എളുപ്പം. So v will be how much now? 1 upon 2 plus 1 by root 2 minus t. We require acceleration, right students? What is acceleration? A will be dv by dt. Okay? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും 1 by x. What is the derivative? Minus 1 by x square dx. Minus 1 by x square dx. അപ്പോൾ ഇതിന്റെ എന്ത് വരും മക്കളെ? It will become minus 1 by 2 plus 1 by root 2 minus t into derivative of the denominator term. Into derivative of the denominator term. What is the denominator term here? Derivative. ഇതെല്ലാം 0 ആണ്. മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? -1. The whole square, because 1 by x square ആണല്ലോ ഫോർമുല അല്ലേ? minus 1 by x square into dx അല്ലേ? So this will become how much now? This is equivalent to 1 upon 2 plus 1 by root 2 minus ഇത്ര ടൈം ഇവിടെ 2 സെക്കൻഡ് അല്ലേ? ഞാൻ ആ 2 കൂടി ഇടുകയാണ്. സ്ക്വയർ 2 and minus 2 cancels. 1 by 1 by root 2 square. What is 1 by 1 by root 2 square? 2. So option 4 is the answer. എന്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത്തിരി കോമ്പറ്റേറ്റീവ് ആണ്, ആ ഫോർമുല ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. tan theta will be dy by dx. Okay, so let us pass on now. In Bohr's model of hydrogen atom, A0 is the radius of the ground state orbit, m is the mass of the electron, E is the charge, and epsilon 0 is the vacuum permittivity. The magnitude of linear momentum of electron in ground state orbit will be.
ലീനിയർ മൊമെന്റം MV വേണമല്ലോ മക്കളെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അതാണല്ലോ നമ്മൾ സാധാരണ ചെയ്യാം. ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോണ്ടല്ലോ രണ്ട് കാര്യങ്ങളാണ് മിക്കവാറും നമുക്ക് വേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യും. അതർവൈസ് വിൽ ബി യൂസിങ് ദ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ ബൈ ബോർ. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് MVR = NH/2π. ഇപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ എടുക്കാൻ പോകുന്നത് ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ കൊളംബിയൻ ഫോഴ്സ് ഓൺ ലെഫ്റ്റ് സൈഡ് വിൽ ബി ഹൗ മച്ച്? E² by 4πε0 A0², റൈറ്റ്? K Q1 Q2 by R². അത് ഞാൻ എങ്ങനെ എഴുതി? E² by 4πε0 A0² is equal to what? Centripetal force. How much it is? MV0. Sorry, MV മതി, അവർ ആ സ്പീഡ് ഒന്നും പറഞ്ഞില്ലല്ലോ. MV by A0. ലൈറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് V കിട്ടും. സ്പീഡ് കാണാം എങ്കിലല്ലേ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ V the speed is എന്ത് വരും? A0 ഓരോന്നും കട്ട് ചെയ്തു. ബാക്കി വരുന്നത് V will be, ഇവിടെ MV² ഉണ്ട്. അപ്പൊ V will be how much? E into എത്ര വരണം റീഅറേഞ്ച് ചെയ്യുമ്പോൾ? √ സ്ക്വയർ റൂട്ട് എടുക്കേണ്ടി വരുമല്ലോ. ഇറ്റ് വിൽ ബി V², E² ഉണ്ട്. സോ V will be E by, അവിടെ മേളിലേക്ക് പോകാനൊന്നുമില്ല, 1/4πε0 A0, റൈറ്റ്? കറക്റ്റ്. സോ നൗ വാട്ട് വി ക്യാൻ ഡു? നമ്മുടെ ആൻസർ ആയിട്ടില്ല, ഒരു മാസം കൂടെ ഉണ്ട്, സോറി. So that finally momentum P will be MV. How much? It will be, നമുക്ക് ഈ 4 പുറത്തേക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ 4 അകത്തുള്ള ടേംസ് ഒന്നുമില്ല. സോ E/2 മാസിനെ ഞാൻ അകത്തേക്ക് എടുത്തു, √m/πA0ε0. √m/πA0ε0. So I think first option. Clear all of you? അടുത്തത് inductors in parallel. Inductors in parallel same as that of resistors in parallel. അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം ഒന്നാല്ലേ. So what we can do is you have to find out the magnetic energy stored in L2 at the time when electric current I is flowing. We know that magnetic energy stored will be given by half Li². മക്കളെ നമുക്ക് L2 ലെയാണ് വേണ്ടത് അല്ലേ. So here there is a current I2. We can have the equation for U as energy stored as half Li². Half L2I2². L2 ഒരു വാല്യൂ പറയുന്നുണ്ട്, 12 ആണ്. I2 കാണണം, ബ്രാഞ്ച് കറന്റ്. നമുക്കറിയാം ബ്രാഞ്ച് കറന്റ് I2 യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഒന്നിലൊരു കാര്യം ചെയ്തോ, നിങ്ങൾ ആ ഷോർട്ട് കട്ട് ഫോമിലെ ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ I1 L1 = I2 L2, അതിൽ നിന്ന് I2 കിട്ടും. ഓക്കെ, ഒന്നിനെ അങ്ങനെ ചെയ്യാം. അതർവൈസ് വാട്ട് ക്യാൻ ഹാപ്പൻ? I2 വിൽ ബി മെയിൻ കറന്റ് ഇൻറ്റു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. L1, what is L1? ഇത് റിയാക്റ്റൻസ് ആണ് അല്ലെ, ശരിക്കും റെസിസ്റ്റൻസ് അല്ല, റിയാക്റ്റൻസ് ആണ്. അപ്പൊ എന്ത് വരണം? ദിസ് വിൽ ബിക്കം I into ω/L by ω/L plus ω/2L. Got the idea? Like terms cut ചെയ്തു, ω/L ω/L ω/L. So it will become I/3. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഒന്നിലെ പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് I1 L1 equal to I2 L2 എടുക്കുക, I1 I minus I2 ഇട്ടാലും ഉത്തരം കിട്ടും. So now you got the current as I/3. അപ്പൊ തിരിച്ചു വരാം, half into what is L2? 2L into I/3 the whole square, which will become how much? Second option, right? ആ 2 കട്ട് ചെയ്തല്ലോ, Li²/9 വരും. Clear all of you? റെസണൻസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്റൻസും വരികയാണെങ്കിൽ, റെസണൻസ് ആണെങ്കിൽ പണി എളുപ്പമാവും. ഇവിടെ ഇപ്പോൾ റെസണൻസ് ആണോ? എക്സിലും എക്സിയും സെയിം അല്ല അല്ലെ, ദേ ആർ ടോട്ടലി ഡിഫറെന്റ്. നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ, ഈ റെസിസ്റ്റൻസ് ഒറ്റയടിക്ക് 60 ohm എന്ന് എഴുതാം. എന്തിനീ രണ്ടായിട്ട് വെച്ചിട്ട്? അപ്പോൾ ഒരു LCR ആയി, ഹാവിംഗ് ദ റെസിസ്റ്റൻസ് 60 ohm. ഇനി അവർ ചോദിക്കുന്നത് എന്താ? പവർ കൺസ്യൂംഡ്. ശരിക്കും ഫോർമുല VRMS IRMS cos phi. ഞാൻ എന്ത് ചെയ്തു? IRMSനെ യൂസ് ചെയ്യാൻ പോകുന്നില്ല, അതിനെ V/Z എന്ന് ആക്കാം. So that this will become what? Power P will become VRMS square by Z square into R. Clear? VRMS divided into 11, 220. R, adu already into 60. What about Z square? See,
Z square will be R square plus XL minus XC the whole square, which is R square 3 60 square, right? Plus XL minus XC whole square 3 100 minus 20 80 square, which is 100 square, right? Correct or not? So നമുക്ക് Z അല്ലേ വേണ്ടത്. So Z will be 60 square plus 80 square. Solving this will become how much? 220 square into 60 by Z square is 100 square. Solve ചെയ്താൽ മതി. You can have third option. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ട ശേഷം നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ്, a man is walking under an inclined mirror at a constant speed v along positive x-axis. If the mirror is inclined at 45 degree with the horizontal, the velocity of the image will be. അങ്ങനെ നമുക്കറിയാം, ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് സ്പീഡ് അല്ലേ, വി. അപ്പൊ ഇതേ 45 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് the speed as, so if this is theta, this is also theta, alle, so that this is the speed of the image, vi nu edukkato, idu vu. Ini endu cheyanam, namukku vi kaananam. They are asking the velocity of the image, right? So vi will become what? It will be even a component eduthanam. Endu varum? It will become, we can put it as avaru thannirukkuna constant speed v എന്നാണ്. So it will be v ഇവിടെ നിന്നുള്ള കോമ്പണന്റ് അല്ലേ വേണ്ടത്. സോ 2 theta will come, right? So it will become v cos 2 theta I cap plus v sin 2 theta j cap. Correct? ഇവിടെ theta എത്രയാണ്? 45 degrees. Theta 45 means this is cos 90. So it will be cancelled. ബാക്കി വരുന്ന ഏതാ? v sin 90. v sin 90 is v j cap. മക്കളെ ഇവിടെ സത്യം പറഞ്ഞാൽ 45 ഡിഗ്രി ആയതുകൊണ്ട് പരിപാടി എളുപ്പമായിരുന്നു. സിൻസ് ഇറ്റ് ഇസ് 45, ഈ ആംഗിളും ശരിക്കും പറഞ്ഞാൽ 45 അല്ലേ. അപ്പോൾ പ്യൂർലി ഇറ്റ് വിൽ ബി മൂവിങ്, ദ സ്പീഡ് ഓഫ് ദ ഇമേജ് വിൽ ബി അലോങ് വൈ ആക്സിസ്. ഞാൻ ആ ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, വി കോസ് 2 തീറ്റ വി സൈൻ 2 തീറ്റ, അതെവിടെയാന്ന് വെച്ചാൽ ശരിക്കും യൂസ്ഫുൾ എപ്പോഴാ? ദിസ് ഇസ് അതർ ആൻഡ് 45. ഇഫ് ഇറ്റ് ഇസ് 30 ഡിഗ്രീസ്, ഇഫ് ഇറ്റ് ഇസ് 60 ഡിഗ്രീസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് പറ്റില്ല. തീറ്റ 45 ആയതുകൊണ്ട് ഒറ്റ ഡിഗ്രി ഇങ്ങനെ ചെയ്താൽ മതി. വി ജെ അവിടെ വി ജെ ഉണ്ട്, സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, electric dipole moment, and that too which one? Ideal or short. Observation distance, it should be too large compared to the size of the dipole. അങ്ങനെയാണല്ലോ നമ്മൾ ഷോർട്ട് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. സോ നൗ നമുക്ക് നോക്കാം. ഇതാണ് ആ ഡൈപോൾ ഹാവിംഗ് പി. നമ്മൾ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഡിസ്റ്റൻസ് ആർ എടുത്തു, അവിടെ ഇലക്ട്രിക് ഫീൽഡ് E1 ആണ്. അത് തന്നിട്ടുണ്ട് ആ പോയിന്റ് പിയിൽ. എന്ത് പറ്റി? വി ആർ ഗിവൺ ദാറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 2r ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇറ്റ് ഇസ് E2. അപ്പൊ നമുക്കത് ഇവിടെ എടുക്കാം. ഇത് 2r ആണ് ആൻഡ് ദിസ് ഈസ് E2. ഒരു കാര്യം ഉറപ്പായി അല്ലേ? ബോത്ത് E1 and E2 they are going to be opposite to each other. Theta is 180 degrees, right? So they require the magnitude of E1 dot E2. ഒരു കാര്യം ഉറപ്പായി, മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് കൊസൈൻ 180 is not going to affect, right? ശരിക്കും -1 ആണ്, ഇവിടെ 1 വരും. So now it is easy to take just the product of E1 and E2. What will be E1? You can write it as 2kp by r cube ആണല്ലോ മക്കളെ. E2 ശരിക്കും അത് kp by r cube ആണ്, തെറ്റിക്കരുത്. ഇവിടെ r അല്ല 2r ആണ്. So it should become kp by 8r cube, right? Correct or not? r അല്ല 2r ആണ്. So 2r the whole cube will become 8r cube. Simplify ചെയ്യാം. 2 and 8 will cancel and that will become 4. So how much it is? K square p square by 4r power 6. That is the option. Clear all of you? Next, you want to find out the total energy stored in the capacitor. മക്കളെ നമുക്ക് 3 ഫോർമുലാസ് ഉണ്ടല്ലേ
energy stored എന്തൊക്കെയാ? First one half CV square, second one half QV, and third one half Q square by C. ഇതിൽ ഇവിടെ നമുക്ക് ആദ്യത്തെ തന്നെ യൂസ് ചെയ്യാം. കാര്യം capacitors ഉണ്ട്, voltage ഉണ്ട്. Voltage is given in terms of E. But as we see the circuit, this capacitor cannot be used. അത് ഷോർട്ട് ചെയ്തു എന്ന് പറയണം. കാര്യം എന്താ? ഈ സിയുടെ രണ്ടെൻഡും ഇവിടെയും ഇവിടെയും ഒരു കോമൺ പൊട്ടൻഷ്യൽ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദേ ആർ ഷോർട്ടഡ്, റൈറ്റ്? അപ്പൊ അത് നമ്മുടെ പിക്ചറിൽ നിന്ന് പോയി. ബാക്കി ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് എന്തായി? ദേ ആർ ഇൻ പാരലൽ, റൈറ്റ്? സോ therefore what is the energy stored now? You will be half into two identical capacitors, they are connected in parallel, means 2C into V square. ഇവിടെ V അല്ല, E ആണ്. So finally the answer is going to be how much? Option 4. CE square will be the answer. Clear? Next, dimensional formula. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഷോർട്ടസ്റ്റ് മെത്തേഡ് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ആണെങ്കിൽ ദാറ്റ് വിൽ കൺസ്യൂം അവർ ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് യൂസ് ചെയ്യാം. സാറിന് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ നമുക്കറിയാലോ, if two terms A and B, they are having a particular formula, whatever be the equation, LHS and RHS, every term should have the same dimension. And apart from that, you know that we can add or subtract only those terms which are having same dimensions. Here, A minus x square is possible means what should be the dimension of A? Same as that of x square. That is, I am writing it as L square. പിന്നെ ബാക്കി വരുന്നത് B അല്ലേ മക്കളെ? B എന്ത് ചെയ്യാം? B will be dimensionally A by ET, right? Correct or not? A by BT. And finally, we require what? A by B. അതിപ്പോ ഇൻഡയറക്ട്ലി ഇവിടെ വന്നില്ലേ? A by B. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇവിടെ നിന്നും എടുക്കാം. എയും എക്സ് സ്ക്വയർ എന്തായാലും സെയിം ഡയമെൻഷനാണ്. അവിടെ നിന്ന് തന്നെ A by B നെ എന്തായിട്ട് എഴുതാം? ET. ആൻസർ ആയി. എനർജി ഈസ് ഹൗ മച്ച്? M L square T inverse 2 into T. So which is the option now? ML square T inverse 1. ഇങ്ങനത്തെ ഡയമെൻഷൻസ് ഒക്കെ വരുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് അത്രയും ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. നെക്സ്റ്റ് KVL, റൈറ്റ്? ഡയറക്ഷൻ ഒക്കെ ഒത്തിരി ശ്രദ്ധിക്കണം. So the network shown below is a part of a complete circuit. If a current of 5 ampere is flowing through it, and it is increasing at a rate of 2 into 10 power 3 ampere per second. Increasing. ആ വേർഡ് എങ്ങനെ മറിഞ്ഞു പോയാൽ പണി കിട്ടി. അത് ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ്, ഞാൻ പറയാം. Then the magnitude of potential difference between the points P and Q will be. അപ്പോൾ നമുക്ക് KVL സ്റ്റാർട്ട് ചെയ്യാം. VP, we are traveling from P to Q, right? P to Q പോകുമ്പോൾ ആരോ മാർക്ക് നമ്മുടെ കൂടെയാണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി സബ്ട്രാക്റ്റഡ്. ബട്ട് ദ സെല്ലിന്റെ കറണ്ട് നമ്മുടെ ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആഡഡ് അപ്പ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ആരോ മാർക്ക് നമ്മുടെ കൂടെയാണെങ്കിൽ, കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മുടെ കൂടെയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡ്രോപ്ഡ്, ദാറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. വെറാസ് സെല്ലിന്റെ കറണ്ടും നമ്മുടെ ട്രാവലിംഗ് പാത്തും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആഡഡ് അപ്പ്. അപ്പൊ എന്ത് ചെയ്യണം? I into 3 ohm. What is the current I? 5 ampere. So 5 into 3, 15. കറണ്ടിന്റെ പാത്തും ദാറ്റ് മീൻസ് പി ക്യൂവും 15 വോൾട്ടിന്റെ കറണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പൊ ഞാൻ +15 ഇടാൻ പോവാം. ഇൻഡ്യൂസ്ഡ് EMF, റൈറ്റ്? അവിടെയും ലോസ് ആണ് ശരിക്കും. യു നോ ദാറ്റ് E equal to how much? minus L di by dt. So minus L di by dt. What is di by dt? 2 into 10 power 3. മക്കളെ ഞാൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഡി ഐ ബൈ ഡി ടി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആര് തീരുമാനിക്കും? ഈ വേർഡ് തീരുമാനിക്കും. ഇൻക്രീസിങ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഈ മൈനസ് ഏതാണെന്നപ്പോൾ നിങ്ങൾ ചോദിക്കും. അത് ഇൻഡ്യൂസ്ഡ് EMF, ലെൻസസ് ലോ. സോ മൈനസ് 7 into 10 inverse 3 into 2 into 10 power 3 കഴിഞ്ഞു, ഈക്വൽ ടു VQ, റൈറ്റ്? സോ മൈനസ് +15 ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് VP minus VQ will become how much? 7 2s are 14 volt. So the last option. Correct? All of you? So നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. Hollow shell, right? Conducting sphere, hollow conducting sphere. എന്താ അതിന്റെ പ്രത്യേകത? Hollow conducting sphere ആണെങ്കിലും, hollow insulating sphere ആണെങ്കിലും, even fully conducting sphere ആണെങ്കിലും കോൺസെപ്റ്റ് സെയിം ആണ് അല്ലേ? ഹോളോ സ്ഫിയർ ആണെങ്കിൽ ചാർജ് cannot be located within the shell. അത് കണ്ടക്ടിങ് ആവട്ടെ
insulating ആവട്ടെ, charge cannot be located inside the shell. അപ്പോൾ conducting sphere ആണെങ്കിലോ, solid conducting sphere ആണെങ്കിലോ അപ്പോഴും ചാർജ് നിൽക്കില്ല, because epsilon r is infinity. There is no electric field inside a conducting sphere in electrostatic situation, right? So what will happen? Conducting sphere ആണെങ്കിലും ചാർജ് എവിടെ എത്തും? പെരിഫറിയിൽ എത്തും. So students, these three items എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഓർത്തു വെച്ചോളൂ. Hollow conducting sphere, hollow insulating sphere, and even the solid conducting sphere. All are related with the term sigma. What is sigma? Charge present per unit area. Q by A. അതിന്റെ വോളിയം റിലേറ്റഡ് അല്ല. പെട്ടെന്ന് നമ്മൾ കണ്ടക്ടിങ് സ്പിയർ ആകുമ്പോൾ വോളിയം റിലേറ്റഡ് ആണെന്ന് എടുക്കും. അല്ല, ചാർജ് ഇസ് ലൊക്കേറ്റഡ് ഓൺലി അലോങ് ദ പെരിഫറി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, വി റിക്വയർ ദ പൊട്ടൻഷ്യൽ കോൺസെപ്റ്റ്, റൈറ്റ്? സോ എന്തുവരും? പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ കണ്ടക്ടിങ് സ്പിയർ, field is zero, but the potential is always remaining constant. What is the concept behind it? E equal to minus dV by dr. So within the periphery, potential should remain constant, whereas the electric field will be zero. അപ്പോൾ ഇവൻ കറക്റ്റ് ആല്ലേ? Q by 4 pi epsilon 0 r ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ തെറ്റാണ്. So obviously third option is the answer. I think it is clear, right? ശരി, അപ്പോൾ നമുക്ക് പതുക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. To decrease the current sensitivity, galvanometer related ചോദ്യമാണ്. In a moving coil galvanometer, one can decrease. What is the formula for current sensitivity? Denoted by IS will be deflection produced per unit ampere of current. മക്കളെ ഇതുപോലെ തന്നെയാണ് voltage sensitivity. What is voltage sensitivity? Deflection produced per unit voltage. So now this theta by I, you can write it as NAB by K. നമുക്ക് ഓരോ ടേംസ് എന്തൊക്കെയാന്ന് നോക്കാം. N, number of turns. A, the cross-sectional area of the coil. B, the magnetic field applied, intense magnetic field. K is the couple per unit twist. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. It can decrease എന്നാണ് അല്ലേ? IS should decrease. Theta by I should decrease. അപ്പൊ എന്ത് വരും? N, the number of turns. It can decrease number of turns. Magnetic field and area of this coil. അപ്പോൾ അങ്ങനെയാണെങ്കിൽ all the above ആണ്. I think it is clear, right? All of you? ശരി, അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് ഒന്ന് കടക്കാം. KBT, the Boltzmann constant in new temperature, something related with the energy, right? മക്കളെ ഇവര് കൈനറ്റിക് എനർജി അല്ല ചോദിക്കുന്നത്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. അറ്റോമിസിറ്റി ആരുടെയാ? ഡയറ്റോമിക്. 5 ഉണ്ട്. ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞു, ഡയറ്റോമിക് മീൻസ് ഇറ്റ് ക്യാൻ ഹാവ് 5 degrees of freedom. But here they are asking only rotational. Out of 5, 3 are purely translational. The remaining 2 are rotational. So here we can write the equation as F by 2 KBT. Per degree of freedom, answer half KBT ആണ്. Per degree of freedom, half KBT. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ റൊട്ടേഷൻ 2 ആണെന്നല്ലേ പറഞ്ഞത്. So degrees of freedom is 2. Diatomic 5 ആണ്, പക്ഷെ റൊട്ടേഷൻ അതിൽ 2 ഉള്ളൂ. So 2 by 2, the answer becomes option 3. I think it is clear, right? Next one. We require the magnetic field. കിട്ടിയ പാടെ ആൻസർ സോൾവ് ചെയ്യാൻ നോക്കരുത്, മൊത്തം ചോദ്യം വായിക്കുക. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? You have to get the magnetic field at the center O of the arc due to the current in the section CD. അവർക്ക് അത് മാത്രം മതി, മൊത്തം വേണ്ട. നിങ്ങളിത് കണ്ടപാടെ എന്ത് ചെയ്യും? ഈ 2 വയേഴ്സിന് എടുക്കും, അത് 0 എന്ന് ചെയ്തു, സെമി സർക്കുലർ ആർക്കിന്റെ. അതിന്റെ ആൻസർ ഉണ്ട് ഇവിടെ, വെറുതെ ഒരു 5 മാർക്ക് കളയണ്ട. So what we can do is, due to CD and AB, the field is anyway 0. നിങ്ങൾക്ക് അറിയായിരിക്കും കോൺസെപ്റ്റ്. Field along a current carrying wire is always 0, right? So hence option 3 is the answer. Next one, വേറൊരു എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഡയോഡ്സ്. So if the diode is forward biased, if it's an ideal diode, ഇവിടെ തന്നിട്ടുണ്ട് അവര് ഐഡിയൽ ആണ്. In forward bias, the ideal diode will have how much resistance? 0 resistance. Practically low resistance. Ideally 0 resistance, and in practice low resistance. നേരെ മറിച്ച് റിവേഴ്സ് ബയാസ് ആണെങ്കിലോ, ideally it is having infinite resistance, whereas practically it is having high resistance.
ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതില് സെല്ലിന്റെ 20 വോൾട്ടിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ആ D2 ഷുവറായിട്ടും ക്യാൻസൽ ചെയ്യാം, ബിക്കോസ് ദിസ് ഇസ് ദ റിവേഴ്സ് ബയാസ്. അപ്പൊ ഈ 15 ഓം പോയി, D2 പോയെങ്കിൽ പിന്നെ 15 ഓം പോകണമല്ലോ. ബാക്കി ആരുണ്ട്? D1 ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഹാവിങ് 0 റെസിസ്റ്റൻസ്. ഐഡിയൽ ആണ് മക്കളെ. ഇവിടെ തെറ്റിക്കാൻ ചാൻസ് എന്താണെന്നറിയോ? അവർ ഐഡിയൽ പറയില്ല. തിയറിറ്റിക്കലി ക്വസ്റ്റ്യനിൽ അവർ പറയും ഡയോഡ് യു ക്യാൻ ഹാവ് ദ റെസിസ്റ്റൻസ് ഓഫ് 1 ഓം. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യണം. ആ ഡയോഡ് 1 ഓമും കൂടെ ആഡ് ചെയ്യണം. അത് തെറ്റിക്കരുത്. ക്വസ്റ്റ്യൻ ഓരോ വേർഡ് ബൈ വേർഡ് ശ്രദ്ധിച്ച് വായിക്കണം. ഇനിയിപ്പോ നമ്മുടെ സർക്യൂട്ടിൽ എന്തായി? ഈ രണ്ടുപേരില്ല അല്ലെ? വി റിക്വയർ ദി കറന്റ് I. So this is the path, right? Correct. Effective voltage is 20. അതിലൊരു ഡൗട്ടും ഇല്ല. By what is the effective resistance? ഡയോഡിനെ എടുത്ത് കളയാം. ബാക്കി എന്ത് വരും? 20 plus 5, 25 ohm. So 20 by 25, 0.8 ampere will be the current. Okay. Next, simple microscope. We require the simple microscope's magnifying power. So they have given there is a convex lens of power 10 diopter. എന്താ പറയാ മക്കളെ പവറിനെ കുറിച്ച്? ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റേഴ്സ്, റൈറ്റ്? ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ റെസിപ്രോക്കൽ ആയി. സോ എഫ് എന്തായി? ഇറ്റ് വിൽ ബി 1/10 മീറ്റർ ആണ്. ഓക്കെ, ഇറ്റ് വിൽ ബി 1/10 മീറ്റർ, ഓർ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 100/10 centimeters, or the focal length is going to be 10 centimeter. Conversion ഒക്കെ തെറ്റിക്കാണ്ട് ചെയ്യണം. So that we require, if the image is formed at infinity, then the magnifying power is, നമുക്ക് m എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ? What is the formula? 1 plus d by f ആണോ d by f ആണോ? If the image is formed at infinity, obviously it is d by f. ഈ d എന്ന് പറയുന്നത് least distance of distant vision. Least distance of distinct vision. It is how much? 25. By focal length, just now we got 25. 25 and 10, it will become 2.5. That's the answer. Okay. In adalla, least distance, the image is formed at least distance of distant vision anengil, 1 plus d by f. Okay. Now, we need to find out the interference related maximum and minimum possible intensities in the resulting beam R. In the room, we can have, what is the formula there? Maxima and minima. I max equal to root I1 plus root I2 the whole square. Whereas I minima will be root I1 minus root I2 the whole square. A plus B the whole square, A minus B the whole square. Right? अब इवना substitute में भी I1 is I, I2 is 4I. So we can write it as I1 square I plus 4I plus 2 into root of I into 4I. Cos 0 अल्ले, maximum वो cos 0 आने. So it will be 1. So this will become 9I, right? 1, 4, out of 4 over. So 9I. Even now, root I1 minus root I2, the whole square, it will become I plus 4I minus 2 root I into 4I. So it will become cos 180. When this will become simply I. ഇതൊക്കെയാണ് വാല്യൂസ്. 9I and I ഓർഡർ തെറ്റിയാണ്ട് എഴുതുക. ഓപ്ഷൻ 3 will be the answer. Okay. So next, something related with work done via friction. നമുക്ക് നോക്കാം എന്താ സംഭവം നോക്കാം. Part AB of the track shown below is smooth, and beyond point B the horizontal track is rough. A block of mass 2 kg is released from rest at point A, and it stops after traveling 8 meters on the track BC. The value of friction coefficient between block and the track BC is. മക്കളപ്പോ എ ബിയിൽ സ്മൂത്ത് ആണ് അല്ലെ? ആ ബ്ലോക്ക് ബി സിയിൽ ഇത്രയും ട്രാവൽ ചെയ്തു, ഇവിടം വരെ എത്തി. എന്നിട്ട് അവൻ ആ ബി സി എക്സ്ട്രാ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ ബി സിയിലെ എന്തറിയണം? ഫ്രിക്ഷൻ അറിയണം. സോ വർക്ക് ഡൺ എടുക്കാം. വർക്ക് ഡൺ വിൽ ബി പൊട്ടൻഷ്യൽ എനർജി is mgh, vertical height, equal to work done via potential energy is mgh, equal to mu times how much?
mgx. I think you got the idea. Along the horizontal, right? mg cut ചെയ്തു പോയി. ബാക്കി എന്തുണ്ട്? We require the coefficient of friction, right? So mu equals h by x. What is the vertical height from which it is being dropped? 1. What is the horizontal distance? 8. So the answer is second option. Okay. So now let us pass on to the next question, which is again related with ray optics. Focal length of plano-convex lens. What is the meaning of plano-convex lens? ഒരു സൈഡ് റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്, R ആയിട്ട് എടുക്കാം. അടുത്ത സൈഡിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറോ ഇൻഫിനിറ്റി ആണ്. സോ 1 by infinity is 0. So the value will be how much? 1 by f equal to mu minus 1 into 1 by r. അങ്ങനെ ഇടാം അല്ലേ? We require the value of mu, refractive index of the material. So mu minus 1 will become how much? R by f. Or mu equals 1 plus r by f. R എത്ര മക്കളെ ഇവിടെ തന്നിരിക്കുന്നത്? 40 by 3. By focal length is 20. So this will become 1 plus 2 by 3, right? Which is 5 by 3. Is that okay? So you have got the refractive index as 5 by 3 for that plano-convex lens. അടുത്തത് assertion reason. നമുക്ക് നോക്കാം. Via de Broglie wavelength, lambda equal to h by p is valid for both electron and photon. De Broglie hypothesis പ്രകാരം lambda h by p valid ആണ്, ആണല്ലോ അല്ലേ? Because we can say that h is the Planck's constant, p is the momentum, and lambda is the de Broglie wavelength. So that is a correct statement. Whereas അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? If the electron has same de Broglie wavelength as a photon, then they have same energy. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Both are having the same de Broglie wavelength lambda. മക്കളെ energy of photon നമുക്ക് തൽക്കാലം EPH എന്ന് എടുക്കാം. Which is how much energy? How will you write it? In terms of momentum, because അവരതാണല്ലോ പറയുന്നത്. If the electron has same de Broglie wavelength, obviously momentum is also same. They have the same energy. ഞാനിപ്പോൾ അതിനെ PC എന്ന് മാർക്ക് ചെയ്യാൻ പോവാണേ. Momentum into speed of photon. What about the energy of the electron? It will be how much, students? നമുക്ക് ആ മൊമെന്റം ലാംഗ്വേജിൽ എഴുതാം. ശരിക്കും പാർട്ടിക്കിളിന്റെ കേസിൽ ഹാഫ് എം വി സ്ക്വയർ എടുത്താൽ മതി. ഞാൻ ഇവിടെ മൊമെന്റത്തിന്റെ ടേംസിൽ എഴുതുമ്പോൾ പി സ്ക്വയർ ബൈ 2m വരും, റൈറ്റ്? നൗ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവന്റെ റേഷ്യോ എടുക്കാം. വാട്ട്സ് ദ റേഷ്യോ? എനർജി ഓഫ് ഫോട്ടോൺ ബൈ എനർജി ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഹൗ മച്ച്? പി സി ബൈ പി സ്ക്വയർ ഇൻറ്റു 2m, റൈറ്റ്? പി ക്യാൻസൽസ്. രണ്ടുപേരും ഒരേ de Broglie wavelength ആണെങ്കിൽ മൊമെന്റവും സെയിം ആയിരിക്കണം. Which will be 2mc by, ഇനി ശ്രദ്ധിക്കണം, actually speaking ഈ p square ആരുടെ ആയിരുന്നു? That p square term is coming from the momentum of the electron. അപ്പോൾ momentum of electron എങ്ങനെ എഴുതും? mc എന്ന് എഴുതാൻ പറ്റില്ല, mv എന്ന് തന്നെ എഴുതണം. So this is mv now, right? mm cancels, you are getting the ratio as 2c by v, which is very large compared to 1, because മക്കളെ c the speed of light numerator ആണ്, v the speed of that particle is in the denominator term. So obviously the answer second statement is wrong, right? Appo idil ipo idu seriyai. A is true, R is false. Okay? Energy release. What should happen there? We can write for energy release we require the how much energy is released, fusion process. So A and B fuse to form C. A and B are the reactants, right? C നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? That's the product. So energy via product should be greater than that of energy via reactant. Energy released now. So therefore, what is the delta E then? It will be EC minus EA plus EB. Okay, students? So therefore, this is the correct one. EC should be greater than EA plus EB. അവർ എനർജി എത്ര റിലീസ് ചെയ്യുന്നു അല്ല ചോദിക്കുന്നത്, കണക്ഷൻ വിത്തിൻ ABC. Okay? How do you convert it? Y is A bar or B bar. Correct? A bar or B bar. So let us have De Morgan's law പ്രകാരം എന്ത് ചെയ്യാൻ പോകുന്നറിയോ?
ഈ ഓറിനെ ഡോട്ട് ആക്കി ഞാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ഹോൾ ബാർ ആയി. സോ ഒബ്വിയസ്ലി ദാറ്റ്സ് എ നാൻഡ് ഗേറ്റ്. പ്ലസ് ഉള്ളത് പറയാൻ പാടില്ലാത്തതാണ്, പ്ലസ് എന്നല്ല പറയേണ്ടത്, അത് ഓറാണ്. പ്ലസ് ഉള്ളത് ഡോട്ട് ആക്കുക. അപ്പോൾ ബാർ എന്നിട്ട് എന്ത് ചെയ്യണം? ഹോൾ ബാർ ഇടണം. ഇനിയിപ്പോൾ തിരിച്ചാലോചിക്കുകയാണെങ്കിലോ ഈ ഡോട്ട് പ്ലസ് ആയി എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യണം. സിംഗിൾ ആയിട്ടുള്ള ടേമിനെ സെപ്പറേറ്റ് ചെയ്യണം. സോ ദി ആൻസർ ഇസ് നാൻഡ് ഗേറ്റ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? Wavelength and energy, for which transition wavelength will be minimum. മക്കളെ നമുക്കറിയാം എനർജി E can be h nu or hc by lambda. So energy and wavelength, they are inversely proportional. If the wavelength is said to be minimum, energy should be maximum. I think it's very easy. Energy is maximum for the electron which is having the transition from 3 to 1, right? അതിനാണല്ലോ എനർജി മാക്സിമം വരുന്നത്, അതിന്റെ വേവ്ലെങ്ത് മിനിമം വരും. ഓക്കെ, സോ ദാറ്റ് വാസ് ദ റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് വേവ്ലെങ്ത്. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഗെയിൻ അസർഷൻ റിസൾട്ട്. ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസേഴ്സ് ഇലക്ട്രിക് ഫീൽഡ്. എന്തെന്നത്? ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് മീൻസ് വി ക്യാൻ ഹാവ് ഇറ്റ് ആസ്, അത് ഏത് എക്സ്പെരിമെന്റ് ആയിരുന്നു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്? d/dt of phi. It's actually Faraday's, right? So that's a correct statement. അടുത്ത ആളോ? Time varying electric field never produces magnetic field. Is it correct? We can have ഇത് ശരിക്കും never എന്നുള്ളത് തെറ്റാണ്. So we can write it as, actually it is from Maxwell. അപ്പൊ അങ്ങനെ വരുമ്പോൾ A is true, R is false. Okay. See, you have to find out X. മക്കളിത് ഒന്നിനെ നിങ്ങൾക്ക് KVL അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ KVL അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ വഴിയുണ്ടല്ലോ നമുക്ക്. എന്താ, KVL ആണെങ്കിൽ ലൂപ്പ് അനുസരിച്ച് പോകണം, A to B via upper loop or bottom part. Otherwise, you can consider this as two cells which are connected in parallel. And AB എന്നുള്ളത് effective potential difference ആയിട്ട് എടുക്കുക. So, E effective, what is the formula we have? It will be E1 R2 plus E2 R1 by R1 plus R2 എന്ന് എടുത്താൽ മതി. Okay, so therefore E effective, how much it is given? VA minus VB is 6 volt equal to E1 R2 എന്ന് പറയുമ്പോൾ 8 into 2. Since they are connected in the same sense, അതുകൊണ്ടാണ് പ്ലസ് വന്നത് കേട്ടോ. 8 into 2 പ്ലസ് അടുത്ത ആൾ എത്രയാ? 10 into x by R1 plus R2, that is 10 plus x. ഇനി ആ x സോൾവ് ചെയ്യണം അല്ലേ? So 60 plus 6x equal to 16 plus 10x എന്ന് വരും. Correct? So that we can have it as finally 20 ohm. Solve ചെയ്ത് വരുമ്പോൾ 60 minus 16 will become 10x minus 6x. You can have 20 ohm as the answer. We can have the next question. System consists of 3 particles, each of mass m located at points. The coordinates of center of mass of the system is. We require both in terms of x and y, right? So xcm is equal to mx1 plus mx2 plus mx3 by total mass. Whereas ycm is equal to my1 plus my2 plus my3, again by total mass, since they are identical. And solving, you can have the answer as 2, 3. Okay? Next one, Zener related. The current flowing through the Zener diode will be. മക്കളെ ഒരു കാര്യമുണ്ട്, ഈ 10 വോൾട്ടും ഇവിടെ ഒരു 5 വോൾട്ടും വന്നു അല്ലേ? So there is a, using KVL, this is in the reverse bias, right? So across 500 ohm, there is a drop of 5 volt. So that 5 volt will create the main current I, which will be divided into load current and Zener current. We require the Zener current, right? So IZ will be equivalent to main current I minus load current IL. What is main current I? 5 volt by 500 ohm minus load current. This 5 volt is anyway dropped across 2 kilo ohm, right? So it will become 5 volt by 2 kilo ohm. So that 10 and 4, right? This will become 5 by 500 ohm, 10 milliampere ohm, because options are in terms of amperes, right? 10 milliampere. This will become how much?
2.5 milliampere. 10 and 2.5, the difference is 7.5. Clear, all of you? So the next one, equilateral prism. Condition for minimum deviation is achieved. What is the condition for minimum deviation? I and R, they should be equal. So that R1 and R2 is equal to how much? A by 2 each. Angle of incidence and angle of 1 minute, R alla, the E nokkana. Angle of incidence and angle of emergence, they are equal. Apart from that, R1 and R2, they are A by 2 each. So that we require the refractive index of the material of the prism. Let it be N. N is sin I by sin R. Sin I etra varum? Angle of incidence is 45. So sin 45 by sin R etra varum? A by 2. A is how much? 60 degrees. 60 by 2, 30. So sin 30, which will be 1 by root 2 by half. Okay, and on solving, you can have root 2 as the answer. Is that clear, everyone? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി അടുത്ത വേറൊരു സെഷനിൽ ഫിസിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ ബോട്ടണി സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ബോട്ടണി ക്വസ്റ്റ്യൻസും കൂടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.
Okay. ഹലോ എവറി വൺ. അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും നീറ്റിൻ്റെ ലാസ്റ്റ് ലെവൽ പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ലാസ്റ്റ് ലെവലായിട്ടുള്ള പ്രിപ്പറേഷൻ ലെവലിലേക്കാണ് പോകുന്നത്. ഒരു കംപ്ലീറ്റ് CST റിവിഷനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ബോട്ടണി ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൽ റിപ്രഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ കോമൺ പാൻസി ഓക്സാലിസ് കൊമലിന and I have given some options. നമുക്ക് അത് വെച്ചിട്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്ലവേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ് ദാറ്റ് ആർ ചാസ്മോഗാമസ് ആൻഡ് ക്ലീസ്റ്റോഗാമസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ പാൻസി ഓക്സാലിസ് കൊമലിനിൽ എന്തുണ്ട്, ഓപ്പൺ ഫ്ലവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ ബോത്ത് ചാസ്മോഗാമസ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ പ്രസന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. So this one is correct only. Then after that, okay. അപ്പോൾ again we are going back to the question. കോമൺ പാൻസി ഓക്സാലിസ് കൊമലിനയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സും കാണാൻ വേണ്ടി പറ്റും, ഓപ്പൺ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഫ്ലവേഴ്സും. അപ്പോൾ ചാസ്മോഗാമസും ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് പ്രസന്റ് ആണെന്നുള്ള ഓപ്ഷൻ എന്താണ്, ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓട്ടോഗമി ഓർ സീനോഗമി ഈസ് നോട്ട് പോസിബിൾ എന്നാണ്. ഇതിൽ എന്തായാലും ഓപ്പൺ ഫ്ലവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പോളിനേഷനും പോസിബിൾ അല്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. സെൽഫ് പോളിനേഷൻ നടക്കും, ക്രോസ് പോളിനേഷൻ നടക്കും. അപ്പം അതും എന്താണ്, അത് തെറ്റായ ഓപ്ഷനാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ആൻഡ് ദേ പ്രൊഡ്യൂസ് അഷ്യൂർഡ് സീഡ് സെറ്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റേഴ്സ്. കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ പോളിനേറ്റിംഗ് ഏജന്റ് ഇല്ലെങ്കിൽ കൂടെ എന്ത് സംഭവിക്കും, പോളിനേഷൻ ഷുവർ ആണ്. അതുകൊണ്ട് തന്നെ സീഡ് സെറ്റിംഗ് എന്താണ്, ഷുവർ ആയിട്ട് നടക്കുന്ന പ്രോസസ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾസോ കറക്റ്റ് ഓൺലി. ഇനി അടുത്ത ഓപ്ഷൻസ് പോളിനേറ്റിംഗ് ഏജന്റ് മേ ബി റിക്വയർഡ്. അതെ, ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് ഇപ്പോൾ അവർ ഓപ്പൺ ഫ്ലവേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ഒരു പോളിനേറ്റിംഗ് ഏജന്റ് വേണം. അപ്പം ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ്. അപ്പോൾ ഓൾട്ടോതിൽ എ സ്റ്റേറ്റ്മെന്റും സി സ്റ്റേറ്റ്മെന്റും ഡി സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് നമുക്ക് ചൂസ് ആയിട്ടുള്ള ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ. സോ ദാറ്റ് മച്ച് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രിയോൾ ഡിഫർ ഫ്രം ആക്സോണിം ഓഫ് സീലിയ ഓർ ഫ്ലജെല്ല ഇൻ. അപ്പോൾ സെൻട്രിയോളും സീലിയ ഫ്ലജെല്ല അതിന്റെ സ്ട്രക്ചേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് +1 സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ. നമുക്ക് നോക്കി വെക്കാം. സെൻട്രിയോൾസിൽ ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോട്യൂബിൾ പ്രസന്റ് അറ്റ് പെരിഫറി. അപ്പൊ സെൻട്രിയോളിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം സെൻട്രിയോൾ കാണിക്കുന്ന അറേഞ്ച്മെന്റ് ഏതാണ്, 9+0 അറേഞ്ച്മെന്റ്. ഈ 9+0 എന്ന് പറയുന്നത് 9 പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസും സെൻട്രൽ പാർട്ടിൽ ഒറ്റ മൈക്രോട്യൂബ്യൂൾസും ഇല്ല, അതായത് ഹബ് പാർട്ടാണ്. ഇനി ഇതിന്റെ പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസിൽ തന്നെ മൈക്രോട്യൂബ്യൂൾസ് ട്രിപ്ലറ്റാണ്. അപ്പൊ സെൻട്രിയോളിൽ എത്ര microtubules ഉണ്ടാവും? That will be having 9 into 3 microtubules, that will be equal to 27 microtubules in total. അതേസമയം അത് ഫ്ലജെല്ല അല്ലെങ്കിൽ സീലി ആണെങ്കിൽ അവിടെയുള്ള അറേഞ്ച്മെന്റ് 9+2 ആ. ഇവിടെ പെരിഫറൽ 9 മൈക്രോട്യൂബ്യൂൾസും സെൻട്രൽ പാർട്ടിൽ 2 ഫ്രീ മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്.
പക്ഷെ ആ പെരിഫറൽ 9 മൈക്രോട്യൂബ്യൂൾസ് ഡബ്ലറ്റ് ആണ്, അതിനൊപ്പം 2 മൈക്രോട്യൂബ്യൂൾസ് വെച്ച് വരും. അപ്പൊ 9 into 2 plus 2 type number of microtubules will be present in the flagella part. So that will be equal to 20. അപ്പോൾ ഒരാൾക്ക് 20 മൈക്രോട്യൂബ്യൂൾസും മറ്റേ ആൾക്ക് 27 മൈക്രോട്യൂബ്യൂൾസ് ആണത്. അപ്പോൾ ദേ ഡിഫർ ഇൻ ദ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോട്യൂബ്യൂൾസ് പ്രസന്റ് അറ്റ് പെരിഫറി എന്ന് പറയുന്നത് ശരിയല്ലേ? യെസ്, കറക്റ്റ് ഓൺലി. അയ്യോ, ഇവിടെ ഒരു മൈക്രോട്യൂബ്യൂൾ പെരിഫറിയിൽ മാത്രമേ ചോദിച്ചിട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 18 മാത്രമേ വരുള്ളൂ. എന്നിരുന്നാലും അവിടെ ഡിഫറൻസ് ഉണ്ട്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ഓൺലി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പ്രസൻസ് ഓഫ് റേഡിയൽ സ്പോക്സ്. റേഡിയൽ സ്പോക്സ് രണ്ടുപേരിലും ഒരുപോലെയുള്ള സാധനം, അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സോ ദാറ്റ് ഇസ് നോട്ട് എ ഡിഫറൻസ്. തേർഡ് വൺ അറേഞ്ച്മെന്റ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം. സെൻട്രിയോൾ ആണെങ്കിൽ അവരുടെ അറേഞ്ച്മെന്റ് എന്താണ്? 9+0 ആണ്. അതേസമയം സീലിയ ഫ്ലജല്ല ആണെങ്കിൽ അവരുടെ അറേഞ്ച്മെന്റ് എന്താണ്? 9+2 ആണ്. അപ്പൊ അതിലും ഡിഫറൻസ് ഇല്ലേ? സോ ദാറ്റ് ഓൾസോ വൺ ഡിഫറൻസ് ഓൺലി, കറക്റ്റ് ഓൺലി. ഇനി നാലാമത്തത് കണ്ടെയ്നിങ് പ്രോട്ടീനേഷ്യസ് സെൻട്രൽ ഹബ്. ഇത് ആർക്ക് മാത്രമുള്ള ഫീച്ചറാണ്? സെൻട്രിയോളിന് മാത്രമുള്ള ഫീച്ചറാണ് സെൻട്രലിലുള്ള എന്താ പറയുക നമ്മുടെ പ്രോട്ടീനേഷ്യസ് ഹബ്. അത് ആർക്കില്ല? സീലിയ ഫ്ലജല്ലയ്ക്കില്ല. അപ്പം അതും എന്താണ് നമുക്ക് വേണ്ടി പറയുന്ന ഒരു ഡിഫറൻസ് ആയിട്ട് വരും. ഇനി ബീങ് സറൗണ്ടഡ് ബൈ ഡബിൾ മെംബ്രെയിൻ. ഈ പറഞ്ഞ രണ്ട് സ്ട്രക്ചറിനും എന്തില്ല? ഡബിൾ മെംബ്രെയിൻസ് ഇല്ല. സെൻട്രിയോൾ ആണെങ്കിൽ മെംബ്രെയിനേ ഇല്ല. സീലിയ ഫ്ലജല്ലാണെങ്കിൽ അവരുടെ ആകെ ഒരൊറ്റ സിംഗിൾ മെംബ്രെയിനേ ഉള്ളൂ, സിംഗിൾ പ്ലാസ്മ മെംബ്രെയിൻ കവറിങ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതും എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ എത്ര കാര്യങ്ങളാണ് അവർ ഡിഫറൻസ് വരുന്നത്? എയിൽ ഡിഫറൻസ് വരുന്നത്, സിയിൽ വരുന്നത്, ഡിയിൽ വരുന്നത്. ഇപ്പൊ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതാണ്? ACD ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, നല്ല ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പൊ 1 by 1 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് വൺ ഐ തിങ്ക് പ്ലാനിംഗ് ആണ് ചാപ്റ്റർ വരുന്നത്. ലിസ്റ്റ് 2 ഇലോബറേറ്റ് മെക്കാനിസം ഓഫ് സ്പോർ ഡിസ്പോസൽ പ്രസന്റ് ഇൻ ക്യാപ്സ്യൂൾ. അപ്പൊ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രക്ചർ ബിലോങ്സ് ടു ബ്രയോഫൈറ്റ്സ്. അതിൽ തന്നെ കോംപ്ലക്സ് ആയിട്ട് ഇലോബറേറ്റ് മെക്കാനിസം ഫോർ സ്പോർ ഡിസ്പോസൽ ആർക്കാ ഉള്ളത്? മോസത്തിനാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോസ ഏതാണ്? ഫിനേറിയ അല്ലേ? സോ സി വിൽ ഗോ ഫോർ 1. Second one, the female gametophytes are retained on the parent sporophyte for variable period. ഇത് ഒരു ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റിന്റെ ഫീച്ചർ ആണ്. അപ്പൊ ഇത് തന്നിരിക്കുന്നതിൽ ഒരു ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ് ആരാണ്? സാൽവീനിയ സെലാജിനെല്ല ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്. അപ്പൊ ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻ സാൽവീനിയ ആണ്. അപ്പൊ നമുക്ക് അത് വെച്ച് മാച്ച് ചെയ്യാം. ഇനി തേർഡ് വൺ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ഡു നോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിംഗ് എക്സിസ്റ്റൻസ്. മെയിൽ ഗമീറ്റോഫൈറ്റിനും ഫീമെയിൽ ഗമീറ്റോഫൈറ്റിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല. ദിസ് ഗോസ് ഫോർ ബോത്ത് ആൻജിയോസ്പംസ് ആൻഡ് ജിംനോസ്പംസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇതിൽ എന്നിരിക്കുന്നത് എന്താ. ഓക്കെ, പൈനസ് കൊടുത്തിട്ടുണ്ട്, ജിംനോസ്പം അല്ലേ? സോ വി ക്യാൻ ചൂസ് വിത്ത് ദാറ്റ്. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ, കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ലാക്ക് എംബ്രിയോ. നമ്മുടെ പ്ലാന്റ് ഗ്രൂപ്പ് തന്നെ ഒരൊറ്റ പ്ലാന്റ് ഗ്രൂപ്പിന് മാത്രമേ എംബ്രിയോ ഫോർമേഷൻ ഇല്ലാത്തുള്ളൂ, അത് ആൽഗയാണ്. ആ ആൽഗൽ ഗ്രൂപ്പിൽ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പോസ്റ്റ് ഫെർട്ടിലിറ്റി ഇവന്റ് കാണിക്കുന്ന ഗ്രൂപ്പ് റോഡോഫൈസിയ, റെഡ് ആൽഗയാണ്. സോ ഫ്രം ദ ഗിവൻ മെമ്പർ റെഡ് ആൽഗ മെമ്പർ ആരാണ്? പോളിസിഫോണിയ. അപ്പം നമ്മൾ മാച്ച് ചെയ്ത് കിട്ടുന്ന ഓപ്ഷൻസ് ആയിരിക്കും A3, B4, then C1, D2. I think option 3. Okay. Then assertion reason ആണ്, we'll check. The mechanism during reduction division in cell which is catalyzed by the enzyme recombinase introduces new combination of traits among the gametes of an organism. സോ അസേർഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിഡക്ഷൻ ഡിവിഷന്റെ സമയത്ത്, അതായത് മിയോസിസിന്റെ സമയത്ത് നമ്മൾ റീകോമ്പിനേസ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് റീകോമ്പിനേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ റീകോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനറ്റിക് വേരിയേഷൻസ് ക്രിയേറ്റ് ആവുന്ന പ്രോസസ് അല്ലേ? സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഓൺലി. ഇനി അതിന്റെ റീസൺ, ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കാനുള്ള റീസൺ എന്താണ്? ആ ഫേസിൽ തന്നെയാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ ക്രോസിംഗ് ഓവർ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഡ്യൂറിംഗ് എ സബ്സ്റ്റേജ് ഓഫ് പ്രൊഫേസ്. ഏതാണ് ആ സബ്സ്റ്റേജ്? നമ്മുടെ പാക്കറ്റിൻ സ്റ്റേജ്. അപ്പൊ പാക്കറ്റിൻ സ്റ്റേജിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ മൂലമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? റീകോമ്പിനേഷൻ പോസിബിൾ ആയിട്ടുള്ള. അപ്പൊ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണല്ലോ, ഒരു കറക്റ്റ് അസേർഷനും അതിന്റെ തന്നെ റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ ചൂസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദേ ഹാവ് ഗിവൻ സം സ്റ്റേറ്റ്മെന്റ്. അവർ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ഓർഗനൽ ദേ ആർ റെപ്രസെന്റിങ്. സോ ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഇറ്റ് ഇസ് എ സ്ഫിറിക്കൽ സ്ട്രക്ചർ ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. അത് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കാര്യം കത്തും, അത് ആരാണ് ആള്? ന്യൂക്ലിയോളസ് ആണ്. എനിവേ നമുക്ക് ബാക്കിയുള്ള കൂടെ നോക്കാം. ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ് ബൈ എ മെംബ്രെയിൻ. യെസ്, ന്യൂക്ലിയോളസ് ഇസ് എ നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഇറ്റ് ഇസ് സൈറ്റ് ഓഫ് RNA സിന്തസിസ്. യെസ്. ഇറ്റ് ഇസ് ലാർജ് ആൻഡ് ന്യൂമറസ് ഇൻ സെൽസ് ദാറ്റ് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, ഈ 4 ഓപ്ഷൻസ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമ്മൾ ആൻസർ കിട്ടും. വാട്ട് ഇസ് ദ ഓർഗനൽ വി ആർ ഹാവിംഗ്? ദാറ്റ് ഇസ് ന്യൂക്ലിയോളസ്.
ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് വേഗം തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്, നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ടേർണർ സിൻഡ്രോം? ജെനറ്റിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ടേർണർ സിൻഡ്രോം, ദ ക്രോമസോമൽ ഡിസോർഡേഴ്സ്. സോ വിൽ ചെക്ക് എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്നാണ് ചോദ്യം. This disorder is caused due to failure of segregation of chromatids during meiotic cell division. Correct അല്ലേ? Chromosomal disorders are due to the failure of segregation of chromatids during their cell division. Then, such an individual has overall muscular development, however, the feminine element is also expressed. ഇത് ആക്ച്വലി ഏത് ഡിസോർഡർ ട്രേറ്റ് ആണ്? ഇത് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോത്തിന്റെ ട്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ടേർണർ സിൻഡ്രോത്തിൽ റിപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഓപ്ഷൻ ഓൾസോ വി കൻ കട്ട്. ഇനി the affected individual is short stature. Yes, correct only. Then such females are sterile as their ovaries are dominant. This is also one character for Turner syndrome. This disorder was first discovered Langdon Down. അത് ഏതാണ്? ഡൗൺ സിൻഡ്രോം അല്ലേ? അപ്പൊ ഇതിൽ സെക്കൻഡ് ഓപ്ഷനും അതുപോലെ ബി ഓപ്ഷനും ഈ ഓപ്ഷനും റെപ്രസെന്റ് ചെയ്യുന്ന ക്ലൈൻഫെൽറ്റേഴ്സും ഡൗൺ സിൻഡ്രോം ആണ് റെസ്പെക്റ്റീവ്ലി. ബാക്കി 3 ഓപ്ഷൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ടേർണർ സിൻഡ്രോം ആണ്. അപ്പം എ, സി, ഡി റെപ്രസെന്റ് ടേർണർ സിൻഡ്രോം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഓർഗാനിസം പോപ്പുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ എ പോപ്പുലേഷൻ ഗ്രോയിങ് ഇൻ എ ഹാബിറ്റാറ്റ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സസിൽ ഗ്രോ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഏത് ടൈപ്പ് ഗ്രോത്ത് മോഡൽ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക? ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആയിരിക്കും. അപ്പൊ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന് ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഓൾവേസ് ഗ്രോസ് ഇൻ എക്സ്പോണൻഷ്യൽ ഫാഷൻ. എക്സ്പോണൻഷ്യൽ ഫാഷൻ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് അല്ലേ? ലോജിസ്റ്റിക് ആണോ? തെറ്റ്. അത് ലിമിറ്റഡ് റിസോഴ്സാ, ഒരിക്കലും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് പോസിബിൾ അല്ല. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം വിത്ത് ക്യാരിങ് കപ്പാസിറ്റി. ഡസ് നോട്ട് മെയിൻറ്റെയിൻ, അതും തെറ്റല്ലേ? ഒരു പോയിന്റിൽ എന്താവും? നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിൽ ഇനീഷ്യലി ഗ്രാഫ് എങ്ങനെയായിരുന്നു നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് കർവിന്റെ? ഇനീഷ്യലി അവരെന്ത് ചെയ്യും? ഒരു സ്ലോ ഫേസ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പോണൻഷ്യൽ, ഒരു ലാഗ് ഫേസ്, സോറി എക്സ്പോണൻഷ്യൽ ഫേസ് കാണിച്ചിട്ട് ഇവഞ്ച്വലി അവരെന്ത് ചെയ്യും? ഡെസിലറേഷൻ ഫേസിലെത്തും. ആൻഡ് ദേ വിൽ റീച്ചസ് ഓവർ ക്യാരിങ് കപ്പാസിറ്റി. So this is actually a diagrammatic representation of graph only. So this is how the graph grows. So അപ്പോൾ നമ്മൾ population growth does not maintain equilibrium with carrying capacity എന്ന് പറയുന്നത് തെറ്റല്ലേ? ഇവഞ്ച്വലി അത് എവിടെ എത്തും? ക്യാരിങ് കപ്പാസിറ്റി എത്തും. So that will be incorrect. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇക്വേഷൻ dn by dt is equal to b minus d into n describes the growth pattern resulting in a J-shaped curve. J-shaped കർവും ആരുടെ ഫീച്ചർ ആണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവിന്റെ ഫീച്ചർ ആണ്. ദാറ്റ് ഇക്വേഷൻ ഓൾസോ dn by dt is equal to rn. ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ലോജിസ്റ്റിക്കിനെ അല്ല. ഇറ്റ് ഷോസ് ഇനിഷ്യലി എ ലാഗ് ഫേസ് ഫോളോഡ് ബൈ ദ ഫേസ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഡിസിലറേഷൻ ആൻഡ് ഫൈനലി ആൻ അസിംപ്റ്റോൺ. യെസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്. ഇപ്പൊ ഇത് മാത്രമേ ഇതിൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ? ലോജിസ്റ്റിക് ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. സോ വിച്ച് ഓപ്ഷൻ വി ക്യാൻ ചൂസ്? ഓപ്ഷൻ ഡി ഓൺലി, ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നൗ സീ ചൂസ് ദ ഇൻകറക്ട്ലി മാച്ച്ഡ് പെയർ. ഇപ്പൊ തന്നിരിക്കുന്നതിൽ കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇൻകറക്ട്ലി മാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണം. Again, എക്കോസിസ്റ്റം എന്നുള്ള ഡികമ്പോസിഷൻ പാർട്ട് എന്നാണ്. ഫ്രാഗ്മെന്റേഷൻ, ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രിറ്റസ് ഇൻടു സ്മോൾ പാർട്ടിക്കിൾ. ശരിയല്ലേ? നമ്മൾ ഫ്രാഗ്മെന്റേഷൻ മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മളൊരു വലിയ ഡെട്രിറ്റസ് എടുത്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്തെടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ബെറ്റർ ഫോർ ഡികമ്പോസിഷൻ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഓൺലി. സെക്കൻഡ് പാർട്ട്, ലീച്ചിങ്. വാട്ടർ സോലബിൾ ഇൻഓർഗാനിക് ന്യൂട്രിയൻ ഗോ ഡൗൺ ഇൻ ദ സോയിൽ ഹൊറിസോൺ ആൻഡ് ഗെറ്റ് precipitate. കറക്റ്റ് അല്ലേ? യെസ്. ഹ്യൂമിഫിക്കേഷൻ, degradation of humus to release inorganic nutrient. Humification is the process of formation of humus. അത് ഹ്യൂമസിന്റെ എന്തല്ല? ഡീഗ്രഡേഷൻ അല്ല, ഫോർമേഷൻ ആണ് ഹ്യൂമിഫിക്കേഷൻ. അപ്പൊ ഇതാണ് ഇവിടെ ഇൻകറക്ട്ലി മാച്ച് ചെയ്തിരിക്കുന്ന സാധനം. ഫോർമേഷൻ ഓഫ് ഹ്യൂമസ് ഇസ് നോട്ട് ഹ്യൂമിഫിക്കേഷൻ, നോട്ട് ഡീഗ്രഡേഷൻ ഓഫ് ഹ്യൂമസ്. ഇനി അടുത്തത്, കാറ്റബോളിസം. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം ഡീഗ്രേഡ് ഡെട്രിറ്റസ് ഇൻടു സിംപ്ലർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. യെസ്, കറക്റ്റ് ഓൺലി. കാറ്റബോളിക് പ്രോസസ് മീൻസ് എന്താ ചെയ്യുന്ന? മൈക്രോബ്സ് അവരുടെ എൻസൈം സെക്രേറ്റ് ചെയ്തിട്ട് അത് വഴി എന്ത് ചെയ്യും? അതിനെ ബെറ്റർ ആയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് മാറ്റും. സോ ഇതിൽ തന്നിരിക്കുന്നതിൽ തേർഡ് ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എ ഡൈഹൈബ്രിഡ് ക്രോസ് ഈസ് പെർഫോംഡ് ബിറ്റ്വീൻ, അഗൈൻ ഇൻഹെറിറ്റൻസ് എന്നുള്ള പാർട്ടാണ്. Two pea plant with the genotype capital B, capital B, capital Y, capital Y, and small b, small y, B, small y, small y. The gene B controls the synthesis of starch grains and gene Y controls the seed color. Choose the correct option with respect to F2 generation if F1 progeny obtained by the cross is selected. Okay, ഒരു ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്താണ്? നമ്മുടെ സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിനുള്ള ജീനാണ്, ബി ജീൻ. ബി ജീനിന്റെ കേസ് നമുക്കറിയാം, ബി ജീൻ ഇസ് എ ജീൻ ദാറ്റ് ഷോസ്
പ്ലിയോട്രോപ്പി ഇൻ എ വേ ദാറ്റ് ദർ ഷോയിങ് ഒറ്റ ജീനേ ഉള്ളൂ, പക്ഷെ 2 കാറ്റഗറി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാർച്ച് ഗ്രെയിനിന്റെ സൈസും പിന്നെ ഒന്ന് സീഡിന്റെ ഷേപ്പും. അപ്പൊ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാറ്റർ എടുക്കുകയാണെങ്കിൽ ബി ജീന്റെ കേസിൽ ബി ജീൻ ഈസ് ആക്ച്വലി ഷോയിങ് 2 കാറ്റർ ദർ ഇമ്പാർട്ടിങ് പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പിയുടെ കേസിൽ 2 വരുന്നുണ്ട്, ഒന്ന് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസും അതുപോലെ തന്നെ ഷേപ്പ്, സീഡ് ഷേപ്പ്. അപ്പൊ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിന്റെ കേസിൽ അവര് 3 ജീനോടൈപ്പ് കാണിക്കുന്നത് ക്യാപിറ്റൽ ബി നമുക്ക് കിട്ടുന്ന ജീനോടൈപ്പ് ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ഇതിൽ ക്യാപിറ്റൽ ബി will produce large starch grain, capital B small b will produce intermediate starch grain, and small b will produce small starch grain. Starch grain കേസിൽ അതേസമയം ഷേപ്പ് ആണെങ്കിൽ ക്യാപിറ്റൽ ബി as well as capital B small b will produce round seed, small b will produce wrinkled seed. ഈ ഒരു കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി അറ്റൻഡ് ചെയ്യുമ്പോൾ. പിന്നെ യെല്ലോ കളറിന്റെ കേസാണെങ്കിൽ സീഡ് കളറിന് ആകെ വിൽ ബി ഹാവിങ് സീഡ് കളർ ആവുമ്പോൾ ഇറ്റ് വിൽ ബി കൺട്രോൾഡ് ബൈ ദ വൈ ജീൻ. സോ ക്യാപിറ്റൽ വൈ പ്യുവർ ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ദാറ്റ് വിൽ ഷോ യെല്ലോ കളർ, ആൻഡ് സ്മോൾ വൈ വിൽ പ്രൊഡ്യൂസ് ഗ്രീൻ കളർ. സോ ബേസിക് ജീനോടൈപ്പും അതിന്റെ ഫീനോടൈപ്പും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ F2 ജനറേഷൻ ആണ്. ഒരു ടിപ്പിക്കൽ ക്രോസ് എങ്ങനെയായിരിക്കും നമ്മുടെ പാരന്റ് ജനറേഷൻ? പാരന്റ്സ് അവർ തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ബി ക്രോസ്ഡ് വിത്ത് സ്മോൾ വൈ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ ഒരൊറ്റ ഗമീറ്റ് ഉണ്ടാവുള്ളൂ, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ വൈ. ഈ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആകെ ഒരൊറ്റ ഗമീറ്റ് ഉണ്ടാവുള്ളൂ, സ്മോൾ ബി ആൻഡ് സ്മോൾ വൈ. അവ രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോജനി എന്തായിരിക്കും? F1 ഇൻ F1 പ്രോജനി വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. സോ F1 പ്രോജനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെൽഫ് ഹൈബ്രിഡേഷൻ നടത്തണം ഇൻ ഓർഡർ ടു ഗെറ്റ് ദ F2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് സെൽഫ് ഹൈബ്രിഡേഷൻ ചെയ്യണം. ഇനി ഇവിടെ നമ്മളൊരു ടിപ്പിക്കൽ ക്രോസ് നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം എങ്ങനെയാണ് ജീനോടൈപ്പ് വരാമെന്ന്. അപ്പോൾ ടിപ്പിക്കലി നമ്മൾ ആ ജീനോടൈപ്പ് മാത്രം എഴുതാണ്. നമ്മൾ നീറ്റിനൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ സമയം കളയാൻ നിന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജീനോടൈപ്പിക് റേഷ്യോ എഴുതാം. അപ്പോൾ ജീനോടൈപ്പിക് റേഷ്യോ എഴുതാൻ ഞാൻ ക്ലാസ്സിലൊക്കെ പറയാൻ നിങ്ങൾ ഒരു ടെക്നിക്ക്, ആദ്യം നമ്മളൊരു ക്യാപിറ്റൽ ക്യാരക്ടേഴ്സ് ഒരു ജീനിന്റെ ക്യാപിറ്റൽ 1, പിന്നെ അതിന്റെ ഹെട്രോസൈഗസ് ഫോം, ഹോമോസൈഗസ് ഡോമിനന്റ്, പിന്നെ അതിന്റെ ഹോമോസൈഗസ് റെസസീവ്. എങ്ങനെ എഴുതാം? അതിനുശേഷം അതിന്റെ കൂടെ വരുന്ന അടുത്ത ജീൻ നമ്മുടെ സീഡ് കളറല്ലേ, അപ്പൊ അതിന്റെ ഹോമോസൈഗസ് ഡോമിനന്റ്, ഹെട്രോസൈഗസ് ഡോമിനന്റ്, ഹോമോസൈഗസ് റെസസീവ്. ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾ എഴുതിപ്പോയാൽ എനിക്ക് എളുപ്പം അതിന്റെ ജീനോടൈപ്പ് റേഷ്യോ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ വെറുതെ നിങ്ങൾ ക്രോസ് ചെയ്ത് അതിന്റെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാറ്റേണിൽ എഴുതിയതിനു ശേഷം എന്ത് എഴുതാം? 1:2:1 നമ്മുടെ ടിപ്പിക്കൽ ജീനോടൈപ്പിക് റേഷ്യോ 2:4:2:1:2:1. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ജീനോടൈപ്പ്. ആൻഡ് 1ഉം 2 ഒക്കെയാണ് അതിൽ ഉണ്ടാവുന്ന പ്രോബിലിറ്റീസ്. ഇനി ഇത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഇനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ നോക്കാം. 25% of the orbital progeny will be having wrinkled yellow seed. അപ്പൊ wrinkled yellow seed എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റിട്ട് ഓക്കെ. wrinkled yellow seed എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പിലായിട്ട് ജീനോടൈപ്പ് എഴുതാൻ പറ്റും. ഒന്ന് സ്മോൾ ബി ക്യാപിറ്റൽ വൈ, അനദർ വൺ സ്മോൾ ബി ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇത് രണ്ടും അല്ലേ പോസിബിൾ ജീനോടൈപ്പ് wrinkled yellow seeds കാണിക്കുന്നത്. അപ്പൊ ഇതിൽ സ്മോൾ ബി സ്മോൾ വൈ റെപ്രസെന്റ് ചെയ്യുന്ന ആളാരാ? ഇത് അയാളുടെ പ്രോബിലിറ്റി എത്രയാ? 1/16 ആണ് ഇയാൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇനി സ്മോൾ ബി ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇയാൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ? 2. സോ 2/16.
16. Our total probability of getting them is actually 1 by 16 plus 2 by 16. It will be 3 by 16. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 18.75% കിട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 25% ഓഫ് പ്രോജനി വിൽ ബി ഹാവിംഗ് റിങ്കിൾഡ് യെല്ലോ സീഡ്സ് എന്ന ഓപ്ഷൻ തെറ്റല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ, 12.5% of the seeds would be round green with intermediate starch grain size. അപ്പോൾ നമുക്ക് അതിന്റെ ജിനോടൈപ്പ് ഏതാ? റൗണ്ട് ഗ്രീൻ. റൗണ്ട് ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബി, ഇന്റർമീഡിയറ്റ് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ആകുമ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി, ഗ്രീൻ എനിവേ സ്മോൾ വൈ സ്മോൾ വൈ. അപ്പൊ ഇതായിരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഫിനോടൈപ്പ് കാണിക്കുന്ന ജിനോടൈപ്പ്. ഇത് ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ബി സ്മോൾ വൈ ആരാ വരുന്നത്? ഇയാൾ. So 2 by 12% will be round green with intermediate starching. Okay. So 2 by 16 into 100. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് കിട്ടും 12.75% കിട്ടും. 75 അല്ല 12.5% കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. തേർഡ് വൺ നോക്കിയേ, ദ ഫിനോടൈപ്പിക് റേഷ്യോ ഒബ്റ്റൈൻഡ് വിൽ ബി 3:5:1:4:2:1. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഫിനോടൈപ്പിക് റേഷ്യോ കാണാൻ ഫസ്റ്റ് ജീന്റെ ക്രോസ്, അതായത് നമ്മൾ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഫിനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. എന്ന് വെച്ചാൽ 1 ലാർജ് സൈസ്ഡ്, 2 ഇന്റർമീഡിയറ്റ് സൈസ്ഡ് ആൻഡ് 1 സ്മോൾ സൈസ് സ്റ്റാർച്ച് ഗ്രെയിൻ ക്രോസ്ഡ് വിത്ത് എ ടിപ്പിക്കൽ ഡോമിനൻസ്. അതാണ് നമ്മുടെ സീഡ് കളർ കാണിക്കുന്നത് 3:1. അപ്പൊ ഈ ഒരു ക്രോസിന്റെ ഈ ഒരു ഓരോ ജീനും ചെയ്യുന്ന കാര്യം, ഓരോ ജീനിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോണോഹൈബ്രിഡ് ക്രോസ് റേഷ്യോ എടുക്കുക. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഡൈഹൈബ്രിഡ് ആയിട്ടുള്ള ഫിനോടൈപ്പിക് റേഷ്യോ കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റേഷ്യോ എത്രയാണ്? 1:2:1. അപ്പൊ ഇതാണ് ഇവിടെ കിട്ടുന്ന ഫിനോടൈപ്പിക് റേഷ്യോ. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത ആള്, 35% of progeny of F2 generation will be having more than 2 dominant allele. More than 2 dominant allele വരുന്ന എത്ര ആൾക്കാരുണ്ട് ഇതിൽ? ഒരാള് ഇയാള്, രണ്ടാമത്തെ ആള് ഇയാള്, പിന്നെ ആരാ വരുന്നത്? പിന്നെ ആരും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആകെ രണ്ടെണ്ണേ വരുള്ളൂ. അത് വിൽ ബി 3/16. ഇവിടെ എന്ത് കിട്ടില്ല? ഒരു മോർ ദാൻ 35% നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിൽ ദാറ്റ് വിൽ ബി സെക്കൻഡ് ഓപ്ഷൻ. കുറച്ചും ചിന്തിക്കണം, പക്ഷെ നിങ്ങൾ എളുപ്പ വഴിയോട് ചിന്ത കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജെനറ്റിക് ഡൈവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഡൈവേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉള്ള ഏരിയാസ് ആണ്. അതേസമയം ദർ ആർ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, അത്ര പെട്ടെന്ന് നമുക്ക് ജെനറ്റിക് ഡൈവേഴ്സിറ്റി ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസസ് ആണ് നമ്മൾ എന്തെങ്കിലും കൺസിഡർ ചെയ്യുക, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഹാവ് ലോ ഡിഗ്രി ഓഫ് എൻഡമിസം. തെറ്റല്ലേ? ദേ ഹാവ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. അവിടെ എൻഡമിസം റേറ്റ് കൂടുതലാണ്. എൻഡമിസം എന്ന് വെച്ചാൽ എന്തുവാ? അവിടെ ആ ഒരു പ്ലേസിൽ കാണപ്പെടുന്ന പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസ്, ആ ടൈപ്പ് സ്പീഷീസ് ആണ് നമുക്ക് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള എൻഡമിക് സ്പീഷീസിന്റെ ഡിഗ്രി എവിടെ കൂടുതലാണ്? ഹോട്ട്സ്പോട്ട്സിൽ കൂടുതലായിരിക്കും. സോ ദേ ഹേവിംഗ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ദാറ്റ് വിൽ ബി കറക്റ്റ്. സോ ദിസ് ഇസ് ഇൻകറക്റ്റ്. വേർ ഇനീഷ്യലി 25 ഇൻ നമ്പർ. യെസ്, ഇനീഷ്യലി നമ്മുടെ വേൾഡിൽ ഉണ്ടായിരുന്ന ഹോട്ട്സ്പോട്ട്സിന്റെ ആണ് 25 ആയിരുന്നു. ഇപ്പൊ അത് റേസ് ചെയ്ത് 34 ആയിട്ടുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഓൺലി. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. ക്യാൻ ബി എക്സംപ്ലിഫൈഡ് ബൈ ഗാസി ആൻഡ് ജൈൻഷാ ഹിൽ ഇൻ മധ്യപ്രദേശ്. എനിവേ ഗാസി ജൈൻഷാ ഹിൽസ് എന്ന് പറയുന്നത് സാക്രഡ് ഗ്രൂവ്സ് ആണ്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് അല്ല. അതും തെറ്റ്. ആർ എക്സിറ്റീവ് കൺസർവേഷൻ സ്ട്രാറ്റജി. എക്സിറ്റീവ് കൺസർവേഷൻ ആണോ? നമ്മുടെ ഓൺ സൈറ്റ് കൺസർവേഷൻ അല്ലേ? ദാറ്റ് ഈസ് ഇൻസിറ്റീവ് കൺസർവേഷൻ ഓൺലി. ദാറ്റ് ഓൾസോ ഇൻകറക്റ്റ്. സോ ദ ഓപ്ഷൻ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അഗൈൻ ബയോഡൈവേഴ്സിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി ഹാസ് ഓൾ ദ എഫക്ട് എക്സെപ്റ്റ്. നമുക്ക് നോക്കി നോക്കാം. ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. യെസ്, പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റി എന്താവും? കുറയും. ഇൻക്രീസ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ഇല്ല, നമുക്ക് ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഷീസ് അത്രയും കൂടെ എക്സ്റ്റിങ്ക്ട് ആവുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജെനറ്റിക് ഡൈവേഴ്സിറ്റി കൂടുകയാണോ ചെയ്യാം? അല്ല, സോ കുറയും. സോ ദാറ്റ് വിൽ ബി ഡിക്രീസ്ഡ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ഡിക്രീസ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി, ഇതാണ് തെറ്റായ ഓപ്ഷൻ. നോക്കാം നമുക്ക്. ഡിക്രീസ് റെസിസ്റ്റൻസ് ടു എൻവയോൺമെന്റൽ പെർട്യൂബറേഷൻ. കറക്റ്റ് ഓൺലി. ആസ് വെൽ ആസ് ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ. യെസ്, എല്ലാത്തിനും എഫക്ട് ചെയ്യും. വാട്ടർ സൈക്കിളിനെ എഫക്ട് ചെയ്യും, പെസ്റ്റ് സൈക്കിളിനെ എഫക്ട് ചെയ്യും, ഡിസീസ് സൈക്കിളിനെ എഫക്ട് ചെയ്യും. നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിലൊക്കെ വേരിയേഷൻ വരുന്ന സംഭവത്താണ്
in the loss of biodiversity. So which option is correct? Third option. Then epigamous flowers are present. Epigamous flowers morphology എന്നുള്ള പാർട്ടാണ്. Inferior ovary contains ചെയ്യുന്ന ഫ്ലവേഴ്സ്. ആ inferior ovary contains ചെയ്യുന്ന ഫ്ലവേഴ്സിന് ആകെ 3 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് കുക്കുംബർ, പിന്നൊന്ന് ഗോവ, പിന്നൊന്ന് റേ ഫ്ലോററ്റ് ഓഫ് സൺഫ്ലവർ. അപ്പോൾ epigamous flowers are present in കുക്കുംബർ. ഡയറക്റ്റ് ആയിട്ടുണ്ട്. മസ്റ്റാർഡില് സുപ്പീരിയർ ആണ്, അതായത് ഹൈപ്പോഗൈനസ് ആണ്, സുപ്പീരിയർ ഓവറി. സുപ്പീരിയർ ഓവറി ഹൈപ്പോഗൈനസ് ആണ്. അതേസമയം റോസ്, പ്ലം, പീച്ചിൽ എന്താണ്? പെരിഗൈനസ് ആണ്, ഹാഫ് ഇൻഫീരിയർ പെരിഗൈനസ്. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ എപ്പിഗൈനസ് ഫ്ലവർ കുക്കുംബറിന്റെ. കൺജക്റ്റീവ് ടിഷ്യൂ ലൈസ് ബിറ്റ്വീൻ അനാട്ടമി പാർട്ട്. കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടിന്റെ ഉള്ളിൽ സൈലം ഫ്ലോയം ബണ്ടിലിന്റെ ഇടയ്ക്ക്, അതായത് സൈലം ഫ്ലോയം പാച്ചസിന്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് പാരങ്കൈമ സെൽസ് ആണ് കൺജക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എടുത്ത് എഴുതാനേ ഉള്ളൂ. എപ്പിഡെർമിസ് ആൻഡ് കോർട്ടക്സ് അല്ല, എൻഡോഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ അല്ല, സൈലം ആൻഡ് ഫ്ലോയം ഇൻ റൂട്ട്സ്. യെസ്, കോർട്ടക്സ് ആൻഡ് എൻഡോഡെർമിസ് അല്ല. So third option. Okay, so in the exo type of sex deprivation, again genetics part ആണ് sex deprivation part. Exo type of sex deprivation, you know, that is the male heterogamety കാണിക്കുന്നതാണ്. ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് എഗ്സ്. യെസ്, മെയിൽ ഹെട്രോഗമീറ്റിന്റെ കേസിൽ ഫീമെയിൽസ് ഉണ്ടാവും, ഒരൊറ്റ ടൈപ്പ് എഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇവിടെയാണെങ്കിൽ ആ ഫീമെയിൽ പാർട്ട് എക്സ് എഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതേസമയം മെയിൽസ് ആണെങ്കിലോ എക്സ് കണ്ടെയ്നിങ് സ്പെർമും ഉണ്ടാവും, അതുപോലെ തന്നെ വിത്തൗട്ട് എ എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പെർമും ഉണ്ടാവും. 2 types of sperms ഉണ്ടാവും. അപ്പോൾ ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് എഗ് ഈസ് കറക്റ്റ് ഓൺലി. ഫീമെയിൽ ഹാവ് ഓൺലി 1 X chromosome. നോ, ഫീമെയിൽ ഹാവിംഗ് 2 X chromosome. തെറ്റാണ്. മെയിൽസ് ഹാവ് 2 X chromosome. നോ, മെയിൽസ് ഹാവ് only 1 X chromosome. So that also incorrect only. Males are homogametic. No, males are heterogametic. They are producing 2 types of gamete. ഒരു എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഗമീറ്റ്സും അതുപോലെ തന്നെ എക്സ് ഇല്ലാത്ത ഗമീറ്റ്സ്, 2 ടൈപ്പ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ ഓപ്ഷൻ വിൽ ബി ഫസ്റ്റ് വൺ. ഓക്കെ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു പോളിമോർഫിസം. മോളിക്കുലർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പോളിമോർഫിസം. സോ പോളിമോർഫിസം arises due to mutation. Correct only. Polymorphism in DNA sequence is the basis of DNA fingerprinting. Yes, DNA fingerprinting നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നതിന് പോളിമോർഫിസം റീജിയൻസ് ആണ്. പോളിമോർഫിസം റെപ്രസെന്റ് വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവൽ. അതെ, പോളിമോർഫിസം ഡു നോട്ട് പ്ലേ എനി റോൾ ഇൻ ഇവല്യൂഷൻ സ്പീഷീസ്. ഡു നോട്ട് ആണോ? നോ, പോളിമോർഫിസം പ്ലേസ് എ റോൾ ഇൻ ദ ഇവല്യൂഷൻ ആസ് വെൽ ആസ് ദ ജനറ്റിക് വേരിയേഷൻ. സോ ദിസ് ഈസ് ദ ഇൻകറക്റ്റ് വൺ. Again, cell the unit of life ആണ്. ക്രോമസോം വിത്ത് 2 equal arms. നമ്മൾ ക്രോമസോംസിന് ഓൾ ടുഗദർ അവരുടെ സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, അതുപോലെ തന്നെ ടീലോസെൻട്രിക്. ഇതിൽ മെറ്റാസെൻട്രിക്കിലാണ് സെൻട്രോമിയർ ഏറ്റവും നടുവിൽ. അപ്പൊ നടുവിൽ സെൻട്രോമിയർ വരുമ്പോൾ എന്താവും? അതിന് ഈക്വൽ ആയിട്ടുള്ള ആംസ് ആയിരിക്കും ഉണ്ടാവുക. സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ കുറച്ചുകൂടെ അപ്പുറത്ത്, സ്ലൈറ്റ്ലി അവേ ഫ്രം ദ സെന്റർ. അപ്പൊ അതിന് ഒരു കുഞ്ഞാമും ഒരു വലിയ ആമും ഉണ്ടാവും. അക്രോസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രോമിയർ കുറച്ചുകൂടെ മേലേക്ക് വരും. അപ്പൊ അതിന് ഒരു ഷോർട്ട് ആയിട്ടുള്ള ആമും പിന്നെ ഒരു എക്സ്ട്രാ ലോങ് ആമും ആയിരിക്കും ഉണ്ടാവുക. ടീലോസെൻട്രിക് ആണ് ലാസ്റ്റ് വൺ. അതിൽ ടീലോസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ടീലോ അറ്റത്ത്, സെൻട്രോമിയർ ഏറ്റവും അറ്റത്തായിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ 2 ഈക്വൽ ആംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ടൈപ്പ് ഓഫ് ക്രോമസോം ആയിരിക്കണം. ദാറ്റ് വിൽ ബി മെറ്റാസെൻട്രിക് ക്രോമസോം. ഓക്കെ, which structural gene code for an enzyme which increases permeability of the cell to beta galactosidase? ലാക്കോപ്രോൺ കോൺസെപ്റ്റ് ആണ്. ബീറ്റ ഗാലക്ടോസിഡേസിന്റെ പെർമിയബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? പെർമിയസ് ആണ്. പെർമിയസിന് കോഡ് ചെയ്യുന്ന ജീൻ ഏതാണ്? ദാറ്റ് വിൽ ബി ലാക് വൈ. ലാക് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് എൻസൈം ആയിരുന്നു? ദാറ്റ് വിൽ ബി ട്രാൻസ് അസറ്റലേസ്. ട്രാൻസ് അസറ്റലേസിന് കോഡ് ചെയ്യുന്ന എൻസൈം ജീനാണ് ലാക് എ. ലാക് ഐ നമ്മുടെ റിപ്രസർ ജീനാ, റെഗുലേറ്ററി ജീനാ. റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് ലാക് ഐ. ലാക് സെഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റ ഗാലക്ടോസിഡേസാ. ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലാക് സി. ലാക് വൈ കോഡ് ഫോർ ദ എൻസൈം പെർമിയേസ്. ലാക് വൈ കോഡ് ഫോർ ദ എൻസൈം പെർമിയേസ്. അപ്പൊ പെർമിയേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ലാക് വൈ. ഓപ്ഷൻ വിൽ ബി ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആണ്. Read the following statements, select the correct option.
സ്റ്റേറ്റ്മെന്റ് 1, prokaryotes have 60s subunit of ribosome. ശരിയാണോ? prokaryotes ഏത് ടൈപ്പ് റൈബോസോം ആണുള്ളത്? 70s or 80s? 70s അല്ലേ? അപ്പൊ 70s നമുക്ക് രണ്ട് സബ് യൂണിറ്റ് ഉള്ളത്. 70s is having 2 subunits. They are having 50s subunit and 30s subunit. ഈ 60s subunit ഉള്ളത് 80s റൈബോസോമിന്റെ കേസില്ല, യൂക്കാരിയോട്ട് റൈബോസോമിന്റെ കേസില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Pili and fimbriae are surface structures of bacteria that helps in motility. മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആള് ഫ്ലജല്ല അല്ലേ? പൈലെ ഫിംബ്രിയ ആണോ? പൈല ആണെങ്കിൽ നമ്മൾ സെക്ഷൽ റീകോമ്പിനേഷന്റെ സമയത്തും അതുപോലെ തന്നെ ഫിംബ്രിയ ആണെങ്കിൽ അറ്റാച്ച്മെന്റിനുമാണ് ആവശ്യമുള്ളത്. അവർ മോട്ടിലിറ്റിക്ക് ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ഫ്ലജല്ലയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? തെറ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. ഫോർത്ത് ഓപ്ഷൻ വരും. ഓക്കെ. സ്റ്റാർച്ച് ഷീത്ത് ഇസ് ദ ടേം ഗിവൻ ടു. സ്റ്റാർച്ച് ഷീത്ത് നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എൻഡോഡെർമിസിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ് സ്റ്റോർഡ് ആയിരിക്കും. അപ്പം നമ്മൾ ആ എൻഡോഡെർമിസിൽ വിളിക്കുന്ന പേരാണ് സ്റ്റാർച്ച് ഷീത്ത് എന്നുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർച്ച് ഷീത്ത് ഇസ് ദ ടേം ഗിവൻ ടു എൻഡോഡെർമിസ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. ബാക്കി നോക്കേണ്ട ആവശ്യം പോലും നമുക്ക് വരുന്നില്ല. പെരിസൈക്കിൾ, ഹൈപ്പോഡെർമിസ്, എപ്പിഡെർമിസ് ഒക്കെ തന്നിരിക്കുന്ന ഒക്കെ തെറ്റാണ്. അനാട്ടമി നമുക്ക് ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ എന്താ പറയുക, എവിടെയാണ് സ്റ്റാർച്ച് ഷീത്ത്, എവിടെയാണ് ബണ്ടിൽ ക്യാപ്പ്, എവിടെയാണ് ബണ്ടിൽ ഷീത്ത്, ഇതുപോലെ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് നോക്കി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ്. ഇനി സെലക്ട് ദ കറക്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അഗൈൻ മോളിക്കുലർ ബയോളജി ആണ്, ചെക്ക് ചെയ്യാം. ഇറ്റ് കണ്ടെയ്ൻസ് 3774.1 മില്യൺ ബേസ് പെയർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. എത്ര മില്യൺ ബേസ് പെയർ? ആക്ച്വലി 3164.7 മില്യൺ ബേസ് പെയർ ആണ് നമുക്കുള്ളത്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The average gene consists of 30,000 bases and shows slight variation from gene to gene. 30,000 ഉണ്ടോ നമുക്ക്? ഒരു ആവറേജ് ജീനിന്റെ സൈസ് എത്രയാണ്? 3000 ജീൻസ് ആണ്. അപ്പൊ അത് തെറ്റാണ്. SNPs occurs at about 1.4 million locations. SNPs, single nuclear polymorphism. Yes, correct only. അത് 1.4 million locations ഉണ്ട്, correct only. Repetitive sequences show direct coding. Direct coding function, no, they didn't code for anything. അവരൊന്നും വേണ്ടി കോഡ് ചെയ്യുന്നൊന്നുമില്ല. No direct coding function, so that is correct, incorrect only. Second part and shed light on clusters. This second part is correct only, but they do not show coding functions. അപ്പോൾ ഇതിൽ ആകെ ഒരാൾ മാത്രമേ ശരിയായിട്ടുള്ളൂ. That will be the C option. Fourth option. ഇനി ഓക്കെ, ഒരു ഡയഗ്രാം ആണ്. രണ്ട് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇയാള് ഫസ്റ്റ് വൺ സ്വാഗ്ന ആണ്, വിച്ച് ഇസ് എ ടിപ്പിക്കൽ മോസ് ബ്രയോഫൈറ്റ്. ഇയാള് സാൽവീനി ആണ്, വിച്ച് എൻ എക്സാമ്പിൾ ഫോർ എ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്. അപ്പൊ ഇയാള് ബ്രയോഫൈറ്റും ഇയാൾ ടെറിഡോഫൈറ്റും. ഇത്രയും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നോക്കാം. ബോത്ത് പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി ആർ സിമിലർ ടു ഈച്ച് അതർ. സിമിലാരിറ്റീസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. മെയിൻ പ്ലാൻ ബോഡി ഈസ് ഗമീറ്റോഫൈറ്റ്. ബ്രയോഫൈറ്റിന്റെ കേസിൽ മെയിൻ പ്ലാൻ ബോഡി ഗമീറ്റോഫൈറ്റ് ആണ്. ഇവിടെ മെയിൻ പ്ലാൻ ബോഡി ഗമീറ്റോഫൈറ്റ് ആണ്. പക്ഷെ ടെറിഡോഫൈറ്റിന്റെ കേസിലോ? ടെറിഡോഫൈറ്റിന്റെ കേസിൽ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാ. ബോത്ത് ആർ ഗമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് തെറ്റാ. സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസസ് സ്പോർ ബൈ മിയോസിസ് ഇൻ സ്പോർ മദർ സെൽസ്. കറക്റ്റ് ഓൺലി. സ്പൊറാഞ്ചിയയിൽ സ്പോർ മദർ സെൽസ് ഉണ്ടാവും. സ്പോർ മദർ സെൽസ് മിയോസ് നടന്നിട്ടാണ്, സ്പോറിക് മിയോസ് നടന്നിട്ടാണ് രണ്ട് കേസിലും സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Anthrozoids are released into water where they come in contact with archegonium. ശരിയല്ലേ? ബോത്ത് ബ്രയോഫൈറ്റ് ടെറിഡോഫൈറ്റിന്റെ കേസിലും ആന്ത്രോസോയിഡ്സ്, ബൈഫ്ലജറേറ്റഡ് ആന്ത്രോസോയിഡ്സ് ആണ് മോസ്റ്റ്ലി. അത് വാട്ടറിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യും. അത് എവിടെ എത്തും? ആർക്കിഗോണിയത്തിൽ എത്തും. കറക്റ്റാ. ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് is retained on the parent sporophyte for variable time. ഇത് നമ്മുടെ ഒരു ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ബ്രയോഫൈറ്റിന്റെ കേസിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. A, D യും തെറ്റാണ്, A യും തെറ്റാണ്. Only B and C is correct. So which option will come? Second option. Okay. So again molecular എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സീക്വൻസ് അവർ തന്നിട്ടുണ്ട്. The sequence of template and coding strand of eukaryotic DNA is given below. Choose the correct option for it. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ഫോം ചെയ്യുന്ന MR-നെ എഴുതി നോക്കാം. അപ്പോൾ ഇതൊന്ന് ഫോം ചെയ്യുന്ന MR-നെ എഴുതുകയാണെങ്കിൽ നമ്മൾ 5' to 3' എടുക്കുക. എന്നിട്ട് കോഡിംഗ് സ്ട്രാൻഡ് നോക്കിയാൽ മതി. എളുപ്പത്തിൽ നമുക്ക് MR-നെ എഴുതാനുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കോഡിംഗ് സ്ട്രാൻഡ് എടുക്കുക, അതിൽ T ഒക്കെ മാറ്റിയിട്ട് തൈമിനൊക്കെ മാറ്റിയിട്ട് എന്താക്കുക? യുറാസിലാക്കുക. അപ്പം അത്രയും മണി എടുത്താൽ മതി. A U G G A U A C G U
ജി സി ജി യു സി 3 പ്രൈം. ഇങ്ങനെയായിരിക്കും സീക്വൻസ് വരിക. ഇതാണ് നമ്മുടെ ഫോം ചെയ്ത mRNA സീക്വൻസ്. mRNA കോഡിംഗ് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡും എപ്പോഴും വരുന്ന ഒരു ഭാഗമാണ്, ഒരുപാട് പ്രാവശ്യം ഒരു ചോദ്യത്തിലുള്ള ഭാഗമാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തുക. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ ദ പ്രൊഡ്യൂസ്ഡ് mRNA there is a codon will code for phenylalanine. നമ്മൾ ഫിനൈലാലാനിനെ കോഡ് ചെയ്യുന്ന ആകെ 2 കോഡോൺസേ ഉള്ളൂ. അതൊക്കെയാ അത്? ഒന്ന് യു 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 യു, പിന്നെ ഒന്ന് യു യു സിയും. ഇത് രണ്ടുമാണ് ഫിനൈലാലാനിനെ കോഡ് ചെയ്യുന്ന കോഡോൺസ്. അപ്പൊ ഈ 2 കോഡോൺസ് ഇതിൽ ഏതൊക്കെ കോഡോൺസ് വരും? ഒന്ന് എ യു ജി, പിന്നെ ഒന്ന് ജി എ യു, എ സി ജി, യു ജി സി, ജി യു സി. ഇതല്ലേ കോഡോൺസ് വരുന്നത്? അതിൽ അവർ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫിനൈലാലാനെ കോഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. സെക്കൻഡ് വൺ, on the produced mRNA there will be binding of tRNA on start codon having anticodon sequences 3' UAC. ശരിയല്ലേ? ഇതിന് സ്റ്റാർട്ടിംഗ് കോഡോണിനെ ബൈൻഡ് ചെയ്യാൻ വരുന്ന ആന്റികോഡോണിന്റെ സീക്വൻസ് എന്തായിരിക്കും? 3' to UAC. കറക്റ്റ് ഓൺലി. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നമ്മളെപ്പോഴും സ്റ്റാർട്ട് കോഡോണിലേക്ക് വരുന്ന ആന്റികോഡോണിന്റെ പൊളാരിറ്റി എപ്പോഴും ഇങ്ങനെയായിരിക്കും. For the termination there will be binding of release factor to the anticodon having 5' 3UAA 3' sequence. എനിവേ ഇതിൽ നമുക്കൊരു എന്താ പറയാ, സ്റ്റോപ്പ് കോഡോൺ അവർ തന്നിട്ടില്ല. എന്നാലും ആന്റികോഡോൺ എന്തില്ല? സ്റ്റോപ്പ് കോഡോണിന് ഒരു ആന്റികോഡോൺ, സ്റ്റോപ്പ് കോഡോണിന് ആന്റികോഡോൺ വരാൻ അവർക്ക് ഒരു ടിആറിന് വേണം. ടിആറിന് എന്തില്ല? പ്രസന്റ് അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഓൾ ടുഗദർ ഫാൾസ് ആണ്. And if 12th nucleotide from 5' is replaced by adenine coding strand, then the mRNA will code only for 2 amino acid. അപ്പോൾ 12th nucleotide from 5'. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12. ഈ യു ജി സി, ഈ സീനെ റീപ്ലേസ് ഇവിടെ എ വെച്ചിട്ട് എ വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവുന്ന മാറ്റമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ യു ജി എ ആവുകയാണെങ്കിൽ ഇതെന്താവും? ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ആവും, ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ആവും. അപ്പോൾ എത്ര അമിനോ ആസിഡ് പിന്നെയും കോഡ് ചെയ്യാൻ വേണ്ടി പറ്റും? 1 2 3 വരുന്നില്ലേ? ഒരു ചോദ്യം എന്തുവാ? If 12th nucleotide from 5' is replaced by adenine coding strand, then the mRNA will code only for 2 amino acid. ആണോ? അല്ല. പിന്നെ അവർ എന്തിനു കോഡ് ചെയ്യും? ഒരു 3 അമിനോ ആസിഡിന് കോഡ് ചെയ്യും. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഇതിലാകെ എനിക്ക് തോന്നുന്നു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ, ബി സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ. സോ ഓപ്ഷൻ വിൽ ബി 1. കുറച്ച് സമയം എടുത്ത് ചെയ്യണം മോളിക്കുലർ ജെനറ്റിക്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഓക്കെ. Which one of the following traits in P is expressed only in the presence of identical allele? ഐഡന്റിക്കൽ അലീൽസ് മാത്രം ഉണ്ടാകുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്? റെസസീവ് ക്യാരക്ടർ. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു റെസസീവ് ക്യാരക്ടർ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇൻഫ്ലേറ്റഡ് പോഡ് ഡോമിനന്റ് ആണ്, ഗ്രീൻ സ്റ്റീഡ് റെസസീവ് ആണ്, ദിസ് ഈസ് റെസസീവ്. ദെൻ ഗ്രീൻ പോഡ് ഡോമിനന്റ് ആണ്, റൗണ്ട് സ്റ്റീഡും ഡോമിനന്റ് ആണ്. അപ്പൊ ഇവിടെ റെസസീവ് ക്യാരക്ടർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. Again molecular എന്നാണ്. Given below is the base sequence in a segment of non-coding strand of a transcription unit. Non-coding strand എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? അത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു mRNA ഫോം ചെയ്യാം. 5' to 3' ആണ് തന്നിരിക്കുന്നത്. നമുക്ക് 3' to 5' എഴുതി നോക്കാം. അപ്പൊ 3'ല് ടെംപ്ലേറ്റ് അതാണ്. അപ്പം യു A C G G C A U U A. അപ്പൊ ഇതായിരിക്കും അതിന്റെ എന്ത്? mRNA. അപ്പൊ mRNAയിൽ how many amino acids would be coded by the mRNA formed from the given DNA strand? ഇപ്പൊ ഇതാണ് നമ്മുടെ mRNA കിട്ടിയത്. ഇത് നോൺ കോഡിംഗ് ആണ്. നോൺ കോഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, നോൺ കോഡിംഗ് ഈസ് ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പൊ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഫോം ചെയ്യുന്ന mRNA ആണ്. നമ്മൾ എപ്പോഴും mRNA റീഡ് ചെയ്യുമ്പോൾ നമ്മൾ 5' എന്ന് റീഡ് ചെയ്യണം. അതായത് ഇവിടെ തൊട്ട് റീഡ് ചെയ്യണം. അപ്പൊ ഇത് ഒരു കോഡോൺ, ഇത് രണ്ടാമത്തെ കോഡോൺ, ഇത് മൂന്നാമത്തെ കോഡോൺ, ഇത് നാലാമത്തെ കോഡോൺ. നാലാമത്തെ കോഡോൺ സ്റ്റോപ്പ് കോഡോൺ ആണ്. ഇനി നമുക്ക് നോക്കി നോക്കാം. ഹൗ മെനി അമിനോ ആസിഡ് വുഡ് ബി കോഡഡ് ബൈ ദ mRNA ഫോംഡ് ബൈ ദിസ് ഗിവൻ DNA സ്ട്രാൻഡ്? ഇത് സ്റ്റോപ്പ് കോഡോൺ ആണ്. ഒരു അമിനോ ആസിഡ് കോഡ് ചെയ്യില്ല. ഇത് 3 ആൾക്കാരെ കോഡ് ചെയ്യുന്നുള്ളൂ. അപ്പം എത്ര ഓപ്ഷൻ വരിക? തേർഡ് ഓപ്ഷൻ. ഒന്ന് ചിന്തിക്കണം, എന്നാലും വേഗം കിട്ടും. പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇനി മൈക്രോബ്സിലെ ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്രോസസ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഓഫ് സ്യൂവേജ് ഇൻവോൾവ്സ് ഓൾ. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ നമ്മൾ എയറോബി ബാക്ടീരിയയും അതുപോലത്തെ ഫംഗി ഉപയോഗിച്ചിട്ട് നമ്മുടെ BOD റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. എയറേഷൻ ടാങ്കിൽ വെച്ചിട്ട് നോക്കി നോക്കാം.
ഫോർമേഷൻ ഓഫ് ഫ്ലോക്സ്, യെസ്, ബാക്ടീരിയ ഫംഗി അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും, ഫ്ലോക്സ് ഫോം ചെയ്യും. കറക്റ്റാ. ഗ്രിറ്റ് ഈസ് റിമൂവ്ഡ് ബൈ സെഡിമെന്റേഷൻ. സെഡിമെന്റേഷനും ഫിൽട്രേഷനും എവിടുത്തെ സ്റ്റെപ്പാണ്? അത് പ്രൈമറി ട്രീറ്റ്മെന്റ് അല്ലേ? സെക്കൻഡ് ട്രീറ്റ്മെന്റ് വെച്ചാൽ നമ്മൾ ബയോളജിക് ട്രീറ്റ്മെന്റ് അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. നോക്കാം. യൂസ് ഓഫ് ഹെട്രോട്രോഫിക് ഫംഗി ആൻഡ് ബാക്ടീരിയ, കറക്റ്റ് അല്ലേ? നമ്മൾ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയ ഫംഗി ഉപയോഗിച്ചിട്ട് ബയോമാസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, കുറയ്ക്കും. പമ്പിംഗ് ഓഫ് എയർ, യെസ്, എയറേഷൻ ടാങ്ക്സ് ആണ്. പമ്പിംഗ് ഓഫ് എയർ റിക്വയർഡ് ആണ് സെക്കൻഡ് ട്രീറ്റ്മെന്റിൽ. സോ വിച്ച് ഓപ്ഷൻ ഈസ് നോട്ട് corresponds with the second treatment, that is grit removed by sedimentation. അതൊരു പ്രൈമറി ട്രീറ്റ്മെന്റിന്റെ സ്റ്റെപ്പ്. ഓക്കെ, പ്ലാന്റിംഗ് ആണ്. ഫ്രോൺസ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ. ഫ്രോൺസ് ബ്രൗൺ ആൽഗയിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ ആണ് എന്ത്, ഫ്രോൺസ്. അത് ബ്രൗൺ ആൽഗയുടെ ടിപ്പിക്കൽ ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഫ്രോൺസ് ആർ നോട്ട് പ്രസന്റ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ആരാണ് ബ്രൗൺ ആൽഗ എല്ലാം നോക്കിയാൽ മതി. അപ്പൊ ലാമിനാരിയ ഒരു ബ്രൗൺ ആൽഗയാണ്, ഫ്യൂക്കസ് ബ്രൗൺ ആൽഗയാണ്, ഡിക്റ്റിയോടെ ബ്രൗൺ ആൽഗയാണ്, വോൾവോക്സ് ഗ്രീൻ ആൽഗയാണ്. ഗ്രീൻ ആൽഗ മാത്രമല്ല, അതൊരു കൊളോണിയൽ ആൽഗിയ. അപ്പൊ ഇതാണ് അതിലെന്ത്, ഇൻകറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, see the four chromatid of each bivalent chromosomes become distinct and clearly appears as tetrad. Okay, cell division ആണ് പാർട്ട് വരുന്നത്. tetrad in substage of X substage of reduction division. അപ്പോൾ 4 chromatid become distinct and clearly appears as tetrad എന്ന് പറയുമ്പോൾ അത് ഏതാണ് സബ്സ്റ്റേജ്? ആ സബ്സ്റ്റേജ് പാക്കറ്റീന. പാക്കറ്റീനിലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ടെട്രാഡ് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ വേർ ദ റീകോംബിനേസ് ഇസ് ആക്റ്റീവ്, anyway പാക്കറ്റീൻ ഓൺലി. സെലക്ട് ദ ഓപ്ഷൻ വിച്ച് ഇസ് ട്രൂ ഫോർ ദ സ്റ്റേജ് ദാറ്റ് ഒക്കേഴ്സ് ജസ്റ്റ് ബിഫോർ സബ്സ്റ്റേജ് എക്സ്. അതായത് എക്സിന് മുമ്പുള്ള സബ്സ്റ്റേജ് ഏതാണ്? എക്സിന് മുമ്പുള്ള സബ്സ്റ്റേജ് സൈഗോട്ടീന. പാക്കറ്റിന് മുമ്പ് നടക്കുന്ന സ്റ്റേജ് ഏതാണ്? സൈഗോട്ടീന. അപ്പൊ സൈഗോട്ടിന് കറസ്പോണ്ട് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സൈഗോട്ട് നടക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഒന്ന്, ഫോർമേഷൻ ഓഫ് സിനാറ്റോമൽ കോംപ്ലക്സ്, യെസ്. പെയറിംഗ്, ഹോമോലോഗസ് ക്രോമസോം എന്താവും, പെയർ ചെയ്യും. ആ പെയറിങ്ങിന് പറഞ്ഞ പേരാണ് എന്ത്, സിനാപ്സിസ്. അപ്പൊ സിനാപ്സിസ് ഫെസിലിറ്റി വേണ്ടി സിനാപ്റ്റോൺ കോംപ്ലക്സ് ഫോം ചെയ്യും. സൈഗോട്ടിന്റെ ഫീച്ചറോ? ശരിയാ. എനിവേ നമുക്ക് ബാക്കിയുള്ള കൂടെ നോക്കി നോക്കാം. റീകോംബിനേഷൻ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം ഈസ് കംപ്ലീറ്റഡ്. അത് ആരുടെ ഫീച്ചറാ? പാക്കറ്റിന്റെ ഫീച്ചറാ. ദാറ്റ് ഇസ് എ ഫീച്ചർ ഗോസ് ഫോർ പാക്കറ്റിൻ. റീകോംബിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ, റീകോംബിനേസ് ആക്ടിവിറ്റി, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പാക്കറ്റിൻ ചൂസ് ചെയ്താൽ മതി. Meiotic spindle is assembled to prepare the homologous chromosome for the separation. ഇത് ഓൾ ടുഗദർ പ്രൊഫേസിന്റെ ഒരു ഫീച്ചർ ആണ്. അതിന്റെ പ്രൊഫേസിന്റെ ലാസ്റ്റിലേക്കൊക്കെ നടക്കുന്ന ഒരു ഫീച്ചർ ആണ് എന്ത്, മിയോട്ടിക് സിമ്പിൾ, ദാറ്റ് സ്പിൻഡിൽ അപ്പാരറ്റസ് അസോസിയേഷൻ. ന്യൂക്ലിയോളസ് ആൻഡ് ന്യൂക്ലിയർ റീഅപ്പിയർ നടക്കുക ടീലോഫേസിലാണ്. ഇവിടെ ഒന്നും ഒരു ബന്ധവുമില്ല പ്രൊഫേസുമായിട്ട്. സോ വിച്ച് ഓപ്ഷൻ വി ക്യാൻ ചൂസ്? ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ. So in sexually reproducing organism, conservation of chromosome number of each species is specifically achieved across generation. Which of the following mechanism play an important role so that the conservation of number of chromosome is maintained? ഒന്നുമില്ല, ഭയങ്കര വലുതാക്കി ഒരു കൊടുത്തെങ്കിലും ചോദ്യം ഇത്രയേ ഉള്ളൂ. ക്രോമസോം നമ്പർ എക്രോസ് ജനറേഷൻ കൺസേർവ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്താണ്? മിയോസിസ് ആണ്. മിയോസിസ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാരന്റ്, ഡിപ്ലോയിഡ് പാരന്റ്, അടുത്ത ആൾ ഡിപ്ലോയിഡ് പാരന്റ്, ഇവരെന്ത് ചെയ്യും? ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് മിയോസിലൂടെ ഗമീറ്റ് ഫോം ചെയ്യുക. അപ്പൊ എന്താ, അവരുടെ ഗമീറ്റിൽ ഹാപ്ലോയിഡ് ഗമീറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഇനി ഹാപ്ലോയിഡ് ഗമീറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് അനന്തര ജനറേഷനിൽ ഡിപ്ലോയിഡ് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെയും റീസ്റ്റോർ ചെയ്യുക. അപ്പൊ വിച്ച് ആക്ച്വലി റെസ്പോൺസ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ക്രോമോസ് നമ്പർ അക്രോസ് ജനറേഷൻ? എല്ലാ ജനറേഷൻ നമ്മൾ ഡെഫിനറ്റ് ഉള്ള ക്രോമോസ് നമ്പർ കീപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ മിയോസിസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ മിയോസിസ് ഇസ് ദ റീസൺ for conservation of chromosome number across generations. Okay. Statement വന്നിട്ടുണ്ട്, നോക്കാം. Read the following statement and state them as true or false. In Cruciferous family, tetradynamous condition or sometimes didynamous condition of stamens can be observed. Cruciferous family is another name for Brassicaceae family. Brassicaceae family നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫീച്ചർ ആണ് ടെട്രാഡൈനാമസ്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു 4 സ്റ്റേമൻസ് വലുതും 2 സ്റ്റേമൻസ് കുഞ്ഞുതായിരിക്കും. ഒരു വേരിയേഷൻ, സ്റ്റേമൻ ലെങ്ത്തിൽ ഒരു വേരിയേഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ടെട്രാഡൈനാമസ് കണ്ടീഷൻ പറയുന്നത് കറക്റ്റ് ആണ്. സംടൈംസ് അവർ എന്ത് കാണിക്കും? ഡൈഡൈനാമസ്. കുറച്ച് 2-3 സ്പീഷ്യൽ ഡൈഡൈനാമസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താക്കാം? ശരിയാണ്. Second one, in pea plant the ovules are born in the 2 alternate rows along the ridge. ശരിയല്ലേ? പീ പ്ലാന്റിൽ മാർജിനൽ പ്ലാസന്റേഷൻ അല്ലേ? മാർജിനൽ പ്ലാസന്റേഷനിൽ 2 റിഡ്ജിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടല്ലേ നമ്മൾ ഓവുൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണ്. Third one, persistent nucleus in the seed is called perisperm. Yes, perisperm is the persistent nucleus found in the seeds. In hibiscus, flower has both androecium and gynoecium. Yes,
ഹിബിസ്കസ് ഒരു ബൈസെക്ഷൻ ഫ്ലവർ, അതിൽ ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. എ ട്രൂ, ബി ട്രൂ, സി ട്രൂ, ഡി ട്രൂ. ഓക്കെ, ഫോർത്ത് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അഗൈൻ സെക്ഷൽ റിപ്രഷൻ ആണെങ്കിൽ തോന്നുന്നു നമ്മളിപ്പോൾ ചെയ്തതിൽ ഒരുപാട് വന്ന സെക്ഷൽ റിപ്രഷനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർമേഷൻ ഓഫ് എ ടിപ്പിക്കൽ എംബ്രിയോ സാക്ക് ഫ്രം ദ ഫങ്ഷണൽ മെഗാസ്പോർ ഇൻവോൾവ്സ്. ഓക്കെ, ഒരു മെഗാസ്പോർ എംബ്രിയോ സാക്ക് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ഡെവലപ്മെന്റ് സമയത്ത് എത്രത്തോളം ഡിവിഷൻസ് എടുക്കും, അതാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നമ്മൾ നോക്കാം 1 by 1 ആയിട്ട്. സിംഗിൾ മിയോട്ടിക് ഡിവിഷൻ അല്ല, നമ്മൾ മെഗാസ്പോർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിയോസ് ചെയ്യുന്നത്. മെഗാസ്പോറിന് പിന്നെ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആകെ മൈറ്റോസിസ് മാത്രമേ ഉള്ളൂ. ഓർമ്മയുണ്ടോ? ദ മെഗാസ്പോർ മദർ സെൽ will undergo the first meiosis to form the megaspores. ഹാപ്ലോയിഡ് മെഗാസ്പോർ ഫോം ചെയ്യും. ആ മെഗാസ്പോർസിൽ ആക്ച്വലി 4 മെഗാസ്പോർ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ 3 ഡീജനറേറ്റ് ആവും, 1 മാത്രമേ ഫങ്ഷണൽ ആവുള്ളൂ. ആ ഫങ്ഷണൽ മെഗാസ്പോർ എഗെയിൻ 3 മൈറ്റോട്ടിക് ഡിവിഷൻ, അതായത് 3 ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള എംബ്രിയോ സാക്ക്, അതായത് നമ്മുടെ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലുള്ള എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത്. മുഴുവൻ സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല, പക്ഷെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. സിംഗിൾ മിയോട്ടിക് ഡിവിഷൻ ഇല്ലോ, മിയോട്ടിക് ഡിവിഷൻ വി ഡു ജസ്റ്റ് ബിഫോർ ദ മെഗാസ്പോർ ഫോർമേഷൻ. മെഗാസ്പോർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റ്. 1 മിയോട്ടിക് ഡിവിഷൻ ആൻഡ് 2 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ, അത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലും തൊട്ടിട്ട് എംബ്രിയോ സാക്ക് വരെ ഫോം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ശരിയാണ്. പക്ഷെ അവർ ചോദിച്ചു ചെയ്യുന്നത് ഒരു മെഗാസ്പോറിന്ന് എംബ്രിയോ സാക്ക് ആകാൻ വേണ്ടി എത്ര ഡിവിഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ തെറ്റല്ലേ? തെറ്റ. 1 മിയോട്ടിക് ഡിവിഷൻ 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ, അഗൈൻ സെയിം സാധനം വരുന്നത്. ഇവിടെ 2 അല്ല കേട്ടോ, 3 ആണേ. ഇനി 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ, യെസ്, മെഗാസ്പോറിന്ന് എംബ്രിയോ സാക്ക് ആയി വേണം നമുക്ക് എന്ത് വേണം? 3 സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുന്നൊക്കെ തെറ്റിപ്പോയാൽ മുഴുവൻ ക്വസ്റ്റ്യൻ തെറ്റാവുന്ന ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഡയഗ്രം ആണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ മോണോകോട്ട് എംബ്രിയോ ആണ്. നമുക്ക് ആദ്യം പാർട്സ് ഐഡന്റിഫൈ ചെയ്യാം. എ സിംഗിൾ ഷീൽഡ് കോട്ടിലിഡർ ആണ് നമ്മുടെ സ്ക്യൂട്ടെല്ലം. ബി കോളിയോപ്റ്റൈൽ പാർട്ട് ആണ്. സി എപ്പിബ്ലാസ്റ്റ് ആണ്, റെമിനന്റ് ഓഫ് സെക്കൻഡ് കോട്ടിലിഡർ. ആൻഡ് ഡി കോളിയോറൈസ പാർട്ട് ആണ്, അല്ലെങ്കിൽ റൂട്ട് ക്യാപ്പ് ആ പാർട്ടാണ്, കോളിയോറൈസ പാർട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എ ഇസ് ദ റാഡിക്കൽ ദാറ്റ് സ്റ്റോർസ് ഫുഡ്, തെറ്റല്ലേ? ഡി ഇസ് എൻ അൺഡിഫറൻറ്റ് ഷീത്ത് എൻക്ലോസിംഗ് ഷൂട്ട് അപ്പെക്സ്. ഡി എന്ന് പറയുന്ന കോളിയോറൈസ പാർട്ടാ, അത് ഷൂട്ട് അപ്പെക്സിനെ എൻക്ലോസ് ചെയ്യുന്ന പാർട്ടേ അല്ല, അത് റൂട്ട് അപ്പെക്സിനെ എൻക്ലോസ് ചെയ്യുന്ന പാർട്ടാ. ദ പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് below the level of attachment of C is epicotyle. Epicotyle എന്ന് വെച്ച് കഴിഞ്ഞാൽ above the embryonal axis പാർട്ടാണ്. epicotyle എന്ന് വെച്ച് കഴിഞ്ഞാൽ above embryonal axis ആണ്, hypocotyle ആണ് below. തെറ്റ്. B is a hollow foliar structure which encloses leaf primordia. B coleoptile, leaf part, shoot part ഒക്കെ enclose ചെയ്യുന്ന പാർട്ട്. കറക്റ്റ്, coleoptile. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നോക്കാം. Which one of the following is correctly matched? ബയോളജി ക്ലാസിഫിക്കേഷൻ ആണ്. ഫംഗൽ പാർട്ട് അഗാരിക്കസ് പാരസിറ്റിക് ഫംഗി. അഗാരിക്കസ് പാരസിറ്റിക് ഫംഗി അല്ല, തെറ്റ്. ബസ്റ്റിഡിയോമൈസിറ്റീസ് ആണ് ശരി. ആൾട്ടർനേറിയ ഡിട്രോമൈസിറ്റീസ് ആണ്. അവിടെ സെക്ഷൽ റിപ്രഡക്ഷൻ ഉണ്ടാവുമോ? അതൊരു ഇംപെർഫെക്റ്റ് ഫംഗിയാണ്, അവിടെ സെക്ഷൽ റിപ്രഡക്ഷൻ ഉണ്ടാവില്ല, തെറ്റ്. മ്യൂക്കർ സെക്ഷൽ റിപ്രഡക്ഷൻ ആസ്കോമൈസിറ്റീസ്. മ്യൂക്കർ ആസ്കോമൈസിറ്റീസ് മെമ്പർ അല്ല, അത് അയാളൊരു ഫൈക്കോമൈസിറ്റീസ് മെമ്പറാണ്, ഫൈക്കോമൈസിറ്റീസ്. അപ്പം അതും തെറ്റ്. മോറൽസ് അസെക്ഷൽ റിപ്രഡക്ഷൻ ആസ്കോമൈസിറ്റീസ്. ഓക്കെ, മോറൽസ് ട്രഫിൾസ് നമ്മുടെ എഡിബിൾ ഡെലിക്കേസീസ് ബിലോങ്സ് ടു ആസ്കോമൈസിറ്റീസ്. ആസ്കോമൈസിറ്റീസിൽ എന്തുണ്ട്? അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കൊണിഡിയോ സ്പോർസ് ഉണ്ട്, അപ്പോൾ അസെക്ഷൽ റിപ്രഡക്ഷൻ കാണിക്കും, ആസ്കോമൈസിറ്റീസ് ബിലോങ്സ് ഉണ്ടാകും. സോ ഫോർത്ത് ഓപ്ഷൻ ഇസ് കറക്റ്റ് ഓൺലി. Assertion reason. In C4 plant, fixation of carbon dioxide occurs in mesophyll cell. Yes. നമുക്കറിയാം C4 പ്ലാന്റ്സിൽ 2 സ്ഥലത്ത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ, ഡബിൾ കാർബോക്സിലേഷനിൽ ഡബിൾ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ നടക്കുന്ന പ്രോസസ് ആണ് ആക്ച്വലി C4 സൈക്കിൾ. ഒന്ന് മീസോഫിൽ സെല്ലിലും പിന്നൊന്ന് ബണ്ടിൽ ഷീത്ത് സെല്ലിലും. ഫസ്റ്റ് മീസോഫിലും പിന്നൊന്ന് ബണ്ടിൽ ഷീത്തിലും. അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് ശരിയാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, C4 plants have a mechanism that increases the concentration of carbon dioxide, the rubisco site.
ശരിയാണ്. റുബിസ്കോസൈറ്റ് എന്ന് C4 പ്ലാന്റിൽ റുബിസ്കോസൈറ്റ് ബണ്ടിൽ ഷീത്ത് സെൽസാ. ബണ്ടിൽ ഷീത്ത് സെൽസിലാണ് ഡീകാർബോസ് സംഭവിക്കുന്നത്. അപ്പോൾ ഡീകാർബോസിലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ കാർബൺ ഡൈഓക്സൈഡ് ടോട്ടലി അക്യുമുലേറ്റ് ആവും. അപ്പോൾ അവിടെ ഒരു കാരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, ഫോട്ടോ റെസ്പിറേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പം C4 plant have a mechanism that increases the concentration of carbon rubiscosite എന്ന് പറയുന്നത് എന്താണ്, ശരിയാണ്. രണ്ട് സെയിം ശരിയാണ്, പക്ഷെ നമുക്ക് കറക്റ്റ് റീസൺ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. സോ നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫേവേർഡ് സബ്സ്ട്രേറ്റ് ഫോർ റെസ്പിറേഷൻ? നമ്മുടെ റെസ്പിറേഷന് വേണ്ടി ഫേവേർഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആണ്. എന്നാൽ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സബ്സ്ട്രേറ്റ് ഫോംഡ് ബൈ ദ ഡീഗ്രഡേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ്. ഡീഗ്രഡേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ് എന്നല്ല, ആക്ടിവിറ്റി ഓഫ് ഇൻവെർട്ടേഴ്സ് നമുക്ക് പറയാം. ഇൻവെർട്ടേഴ്സ് സൂക്രോസിൽ ആക്ട് ചെയ്തിട്ട് സൂക്രോസിനെ ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് ആ ഗ്ലൂക്കോസും ഫ്രക്ടോസും നമ്മൾ എന്തിനും എടുക്കും, റെസ്പിറേഷൻ വേണ്ടി എടുക്കും. അപ്പോൾ ഡീഗ്രഡേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ് പറഞ്ഞാൽ തെറ്റാ. സബ്സ്ട്രേറ്റ് ദാറ്റ് ഹാസ് ആർക്യു വാല്യൂ മോർ ദാൻ 1. കാർബോഹൈഡ്രേറ്റിന്റെ ആർക്യു വാല്യൂ എത്രയാണ്, 1 ആണ്. സോ അതും തെറ്റാണ്. സബ്സ്ട്രേറ്റ് ദാറ്റ് ഇസ് ദ കീ പ്രൊഡക്റ്റ് ഓഫ് ഡീഅമിനേഷൻ ഓഫ് മൈറ്റോകോൺട്രിയ. ഡീഅമിനേഷൻ ആണ് പ്രോട്ടീൻസില, ഇതും തെറ്റാ. Substrate that forms glucose 6-phosphate with the help of hexokinase and ATP. Correct അല്ലേ? glucose 6-phosphate ആവും with the help of the enzyme hexokinase and with the use of ATP. Correct only. So only fourth option. Okay. Photosynthesis part ആണ് തന്നിരിക്കുന്നത്. Absorption spectra ആണ്. നമുക്ക് നോക്കാം. ഓരോരുത്തരുടെ പിഗ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ പിഗ്മെന്റിൽ പറഞ്ഞിട്ട് NCERT-യിൽ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള പിക്ചർ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നീറ്റിലെ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ അത് എപ്പോഴും അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കൊടുത്തിരിക്കണം. അപ്പോൾ ആ പീക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പിഗ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ മേജർ ലാർജ് പീക്ക് കാണിക്കുന്നത് നമ്മുടെ ക്ലോറോഫിൽ ബി ആണ്. ലാർജ് പീക്ക് കാണിക്കുന്നത് ക്ലോറോഫിൽ ബി ആണ്. പിന്നെ വരുന്നത് കരോട്ടിനോയിഡ്സ് ആണ്. കരോട്ടിനോയിഡ്സ് ഇൻക്ലൂഡിങ് ദ കരോട്ടീൻസ് ആൻഡ് സാന്തോഫിൽസ്. പിന്നെ സി ആണ് ഇവിടെ ക്ലോറോഫിൽ എ. ഇനി നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കാം. ഇൻ ക്രോമറ്റോഗ്രാം എന്താ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻ ക്രോമറ്റോഗ്രാം ദ പിഗ്മെന്റ് ഫോർ കർവ് എ ഈസ് യെല്ലോ ഗ്രീൻ കളർ. എ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബി ആണ്. ഓക്കെ, ക്ലോറോഫിൽ ബി കാണിക്കുന്നത് യെല്ലോ ഗ്രീൻ അല്ലേ? ശരിയാണ്. ഇൻ ക്രോമറ്റോഗ്രാം ദ പിഗ്മെന്റ് ഫോർ കർവ് ബി ഈസ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച് കളർ. കെറോട്ടിനോയിഡ്സിൽ സാന്തോഫിലും ഉണ്ട്, കെറോട്ടിൻസും ഉണ്ട്. അതിൽ സാന്തോഫിൽസ് യെല്ലോ ഓറഞ്ച് യെല്ലോ കളേഴ്സ് കാണിക്കും. അതേപോലെ കെറോട്ടിൻസ് യെല്ലോ ഓറഞ്ച് ഷെയ്ഡും കാണിക്കും. ശരിയാ. ദ പിഗ്മെന്റ് ഫോർ കർവ് സി ക്യാൻ ആക്ട് ആസ് ദ റിയാക്ഷൻ സെന്റർ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. സി ക്ലോറോഫിൽ എ അല്ലേ റിയാക്ഷൻ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. ഇനി ദ പിഗ്മെന്റ് ഫോർ കർവ് ബി ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഇറ്റ്സ് ഓക്സിഡേഷൻ ബൈ ദ പിഗ്മെന്റ് ദാറ്റ് ഈസ് ഫോർ കർവ് സി. Pigment for curve B, carotenoids, is protected from oxidation of that is for the curve. It's oxidation by the pigment curve C. എന്നുവെച്ചാൽ തിരിച്ചായി പോയി. ശരിക്കും നമ്മൾ ക്ലോറോഫിൽ എ ആണ് റിയാക്ഷൻ സെന്റർ. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആക്സറി പിഗ്മെന്റ് വേണ്ടി വരുന്നത്. തിരിച്ചല്ല. ഇവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തിരിഞ്ഞു പോയി. കരോട്ടിനോയിഡ്സ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ക്ലോറോഫിൽ എ എന്നായി പോയി. അങ്ങനെയാണോ? ക്ലോറോഫിൽ എ ഈസ് ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ബൈ ദ ആക്സറി പിഗ്മെന്റ്സ്. അപ്പോൾ ഇതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Okay, so again photosynthesis ആണ്. Which of the following events is not related with the non-cyclic photophosphorylation? അപ്പോൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സൈക്ലിക്കും പിന്നെ ഒന്ന് നോൺ സൈക്ലിക്കും. അപ്പം നോൺ സൈക്ലിക്കിൽ ഏതാണ് നോട്ട് റിലേറ്റഡ് അതാണ് കണ്ടുപിടിക്കുന്നത്. ഫോർമേഷൻ ഓഫ് NADP+. അതന്നെയല്ലേ നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ കേസിൽ NADP+ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സബ്സ്ട്രേറ്റ് അവിടെ ഫോം ചെയ്യില്ല. ഫോം ചെയ്യുന്ന സാധനം NADPH. ഫോം ചെയ്യുന്നത് NADPH. NADP+ നമ്മൾ യൂസ് ചെയ്യുക ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇൻകറക്റ്റ് വൺ. നമുക്ക് നോക്കാം. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുമല്ലോ. യെസ്. ഫോർമേഷൻ ഓഫ് ATP. യെസ്. എവല്യൂഷൻ ഓഫ് ഓക്സിജൻ. യെസ്. ഇത് മൂന്ന് നടക്കും. പക്ഷെ ഫസ്റ്റ് ഓപ്ഷൻ നടക്കില്ല. അവിടെ നമ്മൾ ഫോം അല്ല ചെയ്യുന്നത്, നമ്മൾ യൂസ് ആണ് ചെയ്യുന്നത് NADP. ഓക്കെ. അസെഷൻ റീസൺ. ഇൻ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ദ പിരമിഡ് ഓഫ് നമ്പർ ഹാസ് എ ബ്രോഡ് ബേസ് ആൻഡ് നാരോ എപ്പെക്സ്. ഓക്കെ, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം നമുക്കറിയാം. പിരമിഡ് ഓഫ് ബയോമാസ് എന്താണ്? അപ്രൈറ്റ് ആണ്. കറക്റ്റ് ഓൺലി. ഇൻ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം വെരി ഫ്യൂ ടോപ്പ് കാർണിവോർസ് ആർ സപ്പോർട്ട്. ഒരു പിരമിഡ് എടുക്കുകയാണെങ്കിൽ വരച്ചുതരാം. അതിൻ്റെ ബേസ് പാർട്ടിൽ നമുക്ക് പ്രൊഡ്യൂസേഴ്സ്, പിന്നെ നമ്മുടെ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, പിന്നെ ടോപ്പ് കൺസ്യൂമേഴ്സ്. അപ്പം ലാർജ് എമൗണ്ട് ഓഫ് ടോപ്പ് കൺസ്യൂമേഴ്സ് ആർ supported by few amount of top carnivores are supported by large amount of producers. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു അപ്രൈറ്റ് പിരമിഡ്
കിട്ടുക. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആസ് വെൽ ആസ് റീസണും കറക്റ്റ് ആണ്, അതുപോലെ തന്നെ എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. എക്കോസിസ്റ്റം എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സെലക്ട് ദ ഇൻകറക്ട്ലി മാച്ച്ഡ് പെയർ. മൈക്രോബ്സ് ആണ്. Trichoderma, free living fungi that are very common in root ecosystem, correct only. Bacillus thuringiensis, biocontrol for butterfly caterpillar, yes, BT. Baculoviruses, broad spectrum insecticidal application ആണോ, broad ആണോ, narrow spectrum അല്ലേ? Narrow spectrum insecticidal application, അതാണ് അവിടെ incorrect ആയിട്ട് വരുന്നത്. Dragonflies, useful to get rid of mosquitoes, correct only. So third option, biocontrol agents. Find the statement that is not correct with regard to the internal structure of dicot root. Okay, dicot root in the structure ഏതാണ് കറക്റ്റ് ആകാനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 by 1 നോക്കാം. Innermost layer of cortex have a deposition of water impermeable waxy material, suberin. Innermost layer of cortex എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? എൻഡോഡെർമിസ. ഓക്കെ, റൂട്ടിന്റെ കേസിൽ നമുക്കറിയാം, റൂട്ടിൽ മോണോകോട്ട് റൂട്ട് ആയിക്കോട്ടെ ഡൈക്കോട്ട് റൂട്ട് ആയിക്കോട്ടെ, അതിന്റെ എൻഡോഡെർമിസിൽ എന്തുണ്ട്? സുബറിൻ ഡെപ്പോസിഷൻ ഉണ്ട്. ആ സുബറിൻ ഡെപ്പോസിഷൻ ഉള്ളത് കാസ്പൈരൻ തിക്കനിങ് പ്രസന്റ് ആണ്. ദാറ്റ് വിൽ ബി ഇംപെർമിബിൾ ടു വാട്ടർ. ശരിയാ. പെരിസൈക്കിൾ ഫോംസ് ലാറ്ററൽ റൂട്ട് ആൻഡ് വാസ്കുലർ കാമ്പിയം. ശരിയാണ്. ഡൈക്കോട്ട് റൂട്ടിൽ പെരിസൈക്കിൾ എന്ത് ചെയ്യും? ലാറ്ററൽ റൂട്ട്സും അതുപോലെ തന്നെ വാസ്കുലർ കാമ്പിയം ഫോം ചെയ്യും. കണ്ടക്ടർ ഇഷ്യൂ ഇസ് നോട്ട് ദ കോമൺ ഓഫ് സീൽ. അല്ല, ഇതാണ് തെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ പാച്ചസിന്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് ആണ് കൺജക്റ്റീവ് ടിഷ്യൂ. അപ്പൊ കൺജക്റ്റീവ് ടിഷ്യൂ സ്റ്റീലിന്റെ പാർട്ടല്ല എന്ന് പറയുന്നത് എന്താണ്? തെറ്റല്ലേ? ദേ ഓൾസോ പാർട്ട് ഓഫ് സ്റ്റീൽ ഓൺലി. സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോഡെർമിസിന്റെ ഉള്ളിൽ എന്തൊക്കെ വരുമോ അതൊക്കെ സ്റ്റീലിന്റെ പാർട്ടാണ്. അപ്പൊ എൻഡോഡെർമിസ് പാർട്ടല്ല, എൻഡോഡെർമിസ് ഇസ് എ പാർട്ട് ഓഫ് കോർട്ടെക്സ്. എൻഡോഡെർമിസിന്റെ ഉള്ളിലായിട്ട് വരുന്നത്, അതായത് നമ്മുടെ പെരിസൈക്കിള്, സൈലം, നമ്മുടെ ഫ്ലോയം, പിത്ത്, ഇനിയിപ്പോൾ കൺജക്റ്റീവ് ടിഷ്യൂ, ഇൻ കേസ് ഓഫ് റൂട്ട് സ്റ്റെം ആണെങ്കിൽ മെഡുലറി റേസ്, ഇതൊക്കെ എന്തിന്റെ പാർട്ടാണ്? സ്റ്റീലിന്റെ പാർട്ടാണ്. അപ്പം ഇതാണ് ഇവിടെ തെറ്റുള്ള ഓപ്ഷൻ. നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം. Xylem and phloem within a vascular bundle are arranged in alternate manner along with the different radius. They are showing radial arrangement. Root, correct only. Exponential growth in nature cannot be sustained in much time due to exponential growth. എന്ന് വെച്ചാൽ ലാർജ്ലി വിത്തൗട്ട് എ ലിമിറ്റ് എന്ത് ചെയ്യുക, അവരെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാം. അതിനുള്ള കാരണങ്ങൾ എന്താണ്? ഫോർ മച്ച് ടൈം ഡ്യൂ ടു cannot be sustained, അതായത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അങ്ങനെ അത് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എൻവയോൺമെന്റ് റെസിസ്റ്റൻസ്, യെസ്, എൻവയോൺമെന്റ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഒരു റോൾ പ്ലേ ചെയ്തിട്ട് ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയ്ക്കും. ശരിയാ. അക്യുമുലേഷൻ ടോക്സിൻസ്, യെസ്. ലിമിറ്റഡ് ന്യൂട്രിയൻസ്, യെസ്. 3 വരും. ഓൾ 1, 2 and 3. ഓക്കെ. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഓക്സിൻ ഈസ് ഏബിൾ ടു, ഓക്സിന്റെ ഫംഗ്ഷൻസ് 1 by 1 നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻഡ്യൂസ് അപ്പിക്കൽ ഡോമിനൻസ്, യെസ്. ഓക്സിൻ എന്ത് ചെയ്യും? അപ്പിക്കൽ ഡോമിനൻസ് ഇൻഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ അപ്പിക്കൽ ബഡ് അവിടെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ലാറ്ററൽ ബഡിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ആ പ്രോസസ് ആണ് എന്ത്? അപ്പിക്കൽ ഡോമിനൻസ്. അപ്പോൾ ഓക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? ഇൻഡ്യൂസിങ് അപ്പിക്കൽ ഡോമിനൻസ്, കറക്റ്റ് ഓൺലി. ഇനീഷ്യേറ്റ് റൂട്ടിംഗ് സ്റ്റെം കട്ടിങ്, യെസ്. നമുക്ക് ഗാർഡൻസിലൊക്കെ എന്താ പറയുക, നഴ്സറീസിലൊക്കെ സ്റ്റെം കട്ടിങ്സിൽ റൂട്ടിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓക്സിൻ സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. ശരിയാ. Induce parthenocarp in tomatoes, yes. Parthenocarp is actually a feature we can induce by applying auxins. Control silent difference helps in cell division, അതും ഓക്സിന്റെ ഫീച്ചർ ആണ്. സോ ഇതിൽ നിൽക്കുന്ന എല്ലാം ഓക്സിന്റെ ഫീച്ചർ ആണ്. ഓൾ ഓപ്ഷൻ വിൽ കം, സോ ദാറ്റ് വിൽ ബി 3. See, the complex 4 of mitochondria electron transport chain is also known as, okay, again respiration part ആണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റം നമുക്കറിയാം. അതിൽ 5 കോംപ്ലക്സ് ഉണ്ട്. ഇതിൽ 5 കോംപ്ലക്സിൽ 4 കോംപ്ലക്സ് ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഒരു കോംപ്ലക്സ് നമ്മുടെ ATP സിന്തേസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിൽ കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4. കോംപ്ലക്സ് 1 is NADH dehydrogenase, കോംപ്ലക്സ് 2 is succinate dehydrogenase, കോംപ്ലക്സ് 3 is cytochrome BC1 കോംപ്ലക്സ്, കോംപ്ലക്സ് 4 is cytochrome C oxidase. ഈ 4 കോംപ്ലക്സ് ആണുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്, കോംപ്ലക്സ് 4 of mitochondria is also known as what? Cytochrome C oxidase complex. ഇതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. Which of the following criteria must be fulfilled by the molecule to act as genetic material? Okay. ഇത് നമ്മൾ പഠിച്ചാൽ DNA genetic material ആക്ട് ചെയ്യാൻ കൂടുതൽ പ്രോപ്പർ ആണ് കമ്പയർഡ് ടു RNA. അതിനുള്ള റീസൺസ്, അല്ലെങ്കിൽ ഒരു ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ അപ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യേണ്ട ചില ക്രൈറ്റീരിയ 1 by 1 നോക്കാം. ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക, അതെ, റെപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കോപ്പി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ദെൻ
Able to express itself in the form of Mendelian characters. Yes. Provide a scope for slow changes, slow mutations allow ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. സ്റ്റേബിൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. യെസ്. അത് ഒരു ജനറേഷൻ പോകുമ്പോൾ ഒരു എന്താ പറയുക മറ്റ് ചേഞ്ചസ് വരുത്താണ്ട് ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യണം അപ്പുറത്ത് എത്തിക്കണം. അപ്പോൾ അത് സ്ട്രക്ചറലി ആസ് വെൽ ആസ് കെമിക്കലി എന്തായിരിക്കണം സ്റ്റേബിൾ ആയിരിക്കണം. ഇത് എല്ലാം തന്നെ ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർ ഫീച്ചേഴ്സ് ആണ്. സോ ഓൾ 1, 2, 3, 4 will come. Okay. Anacardiaceae, sapindaries and dicotyledon represent. Okay. Finally, ഒരു ലിവിംഗ് വേൾഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ചെയ്തതിൽ വെച്ചിട്ട് ലിവിംഗ് വേൾഡ് എന്നൊരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ. Anacardiaceae, sapindaries, dicotyledon represent. You know, Anacardiaceae is a family. Anacardiaceae പറയുന്നത് മാംഗോയുടെ ഫാമിലി ആണ്. സാപ്പിൻഡേഴ്സ് എന്ന് പറയുന്നത് മാംഗോയുടെ ഓർഡർ ആണ്. ഡൈക്കോട്ടിലെ പറയുന്നത് മാംഗോയുടെ തന്നെ ക്ലാസ് ആണ്. അപ്പം ഇതെല്ലാം ഡിഫറെന്റ് ടാക്സി ആണ്. അതുപോലെ തന്നെ ദർ ബിലോങ്സ് ടു ഡിഫറെന്റ് കാറ്റഗറി. അപ്പൊ ഡിഫറെന്റ് ടാക്സ് ആണ് അറ്റ് ഡിഫറെന്റ് കാറ്റഗറി. ഫോർത്ത് ഓപ്ഷൻ വെൽക്കം. ഓക്കെ. മൂന്ന് ടാക്സിയാണ്, 3 ഡിഫറെന്റ് ടാക്സിയാണ്. അതുപോലെ തന്നെ 3 ബിലോങ് ചെയ്യുന്ന കാറ്റഗറി എന്താണ് ഡിഫറെന്റ് ആണ്. ഒരാൾ ഫാമിലി ലെവലാണ്, ഒരാൾ ഓർഡർ ആണ്, ഒരാൾ ക്ലാസ് ലെവലാണ്. സോ ഡിഫറെന്റ് ടാക്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ഓക്കെ. So read the following statement. Each bar in a ecological pyramid of energy indicate the amount of energy present at each trophic level in a given time or annually per unit area. അതെ, നമ്മളൊരു എക്കോളജിക്കൽ പിരമിഡ് എടുത്തു കഴിഞ്ഞാൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടോപ്പ് കൺസ്യൂമേഴ്സ്, ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന അവരുടെ എനർജി ലെവലിൽ ഓരോന്നിലും റെപ്രസെന്റ് ചെയ്ത് എനർജി ലെവൽ. ശരി, സ്റ്റേറ്റ്മെന്റ് ശരി. The standing crop is measured as the number of or mass of living organism in unit area. ശരിയല്ലേ? സ്റ്റാൻഡിംഗ് ക്രോപ്പ് എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ 1 ട്രോഫിക് ലെവൽ ഈസ് റെപ്രസെന്റഡ് ആസ് വാട്ട് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. സോ ദാറ്റ് മച്ച് അബൌട്ട് ദ CST. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താ പറയുക എല്ലാ ചാപ്റ്ററിനും തൊട്ടിട്ട് പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണ്. നമ്മൾ നീറ്റിൻ്റെ ഒരു ലാസ്റ്റ് ലെവൽ പ്രിപ്പറേഷനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു വീക്ക് കൊണ്ട് എന്താ പറയുക മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ CST പാറ്റേൺസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ